മക്കളെ. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സുവോളജിയിലെ ഒരു ഇമ്പോർട്ടന്റ്, അത് മാത്രമല്ല ഒരു ചെറിയൊരു ടോപ്പിക് പഠിപ്പിക്കാനായിട്ടാണ്. ടോപ്പിക് അല്ല, ഒരു ചാപ്റ്റർ പഠിപ്പിക്കാനായിട്ടാണ്. ഏത് ചാപ്റ്റർ ആയിരിക്കും? എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ. സിമ്പിൾ ചാപ്റ്റർ ആണ്. അതിൽ വെയിറ്റേജ് വരുന്നത് ഒരു 3-4 മാർക്കൊക്കെയാണ് വെയിറ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ നല്ല സിമ്പിൾ ആയിട്ട് ശ്രദ്ധിച്ചിരുന്ന വേഗം പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് ഈ എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ. എക്സ്ക്രീറ്ററി അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ആദ്യം ആരായിരിക്കും ഉണ്ടാവുക? നമ്മളെന്താ പഠിക്കുന്നത്? നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്റെ എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ എക്സ്ക്രീറ്ററി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ആരായിരിക്കും? നമ്മുടെ കിഡ്നീസ് ആണ്, അല്ലെ? നമ്മുടെ വൃക്കകളാണ്. അപ്പൊ അതിനെ കുറിച്ച് തന്നെ അവരുടെ ഫംഗ്ഷൻസിനെയും അവരുടെ സ്ട്രക്ചറിനെയും കുറിച്ചിട്ടൊക്കെ കൂടുതലാണ് നമ്മളെ ഇതിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. നല്ല സിമ്പിൾ പാഠമാണ്. നമുക്ക് ഇന്ന് തന്നെ എന്ത് ചെയ്യാം? ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ചാപ്റ്റർ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, ആദ്യത്തെ ടോപ്പിക്. ആദ്യം നമ്മൾ എന്തെന്ന് പറയണം? എന്താണ് എക്സ്ക്രീഷൻ എന്ന് പഠിക്കണം, അല്ലെ? എന്നാലല്ലേ നമുക്ക് അതിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. എന്താണ് എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേസ്റ്റുകളെ പുറത്തേക്ക് കളയുന്ന പ്രോസസ്സിനെയാണ് എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ നോക്കി, നമ്മുടെ ശരീരത്തില് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ഏതായിരിക്കും? ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകുന്ന വേസ്റ്റ് ഏതായിരിക്കും? മെറ്റബോളിക് വേസ്റ്റുകളാണ്, അല്ലെ? എന്താണ് ഈ മെറ്റബോളിക് വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെ? പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ആ ആക്ടിവിറ്റീസിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെറ്റബോളിക് വേസ്റ്റ് മെറ്റീരിയൽസ്. മെയിൻ ആയിട്ടും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മെറ്റബോളിക് വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് അമോണിയ, യൂറിയ, യൂറിക് ആസിഡ്. ഈ പറഞ്ഞ വേസ്റ്റ് മെറ്റീരിയൽസിനെ നമ്മുടെ ശരീരത്തിന് പുറത്തേക്ക് കളയുന്ന പ്രോസസ്സിനെയാണ് എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. പഠിച്ചില്ലേ? അപ്പൊ എക്സ്ക്രീഷൻ എന്താണെന്ന് അറിയാലോ? നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മെറ്റബോളിക് വേസ്റ്റസ് ആയിട്ടുള്ള അമോണിയ, യൂറിയ, യൂറിക് ആസിഡ്, ഇത്തരത്തിലുള്ള വേസ്റ്റുകളെ പുറത്തേക്ക്, നമ്മുടെ ശരീരത്തിന് പുറത്തേക്ക് കളയുന്ന പ്രോസസ്സിനെയാണ് എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. അടുത്തത് ടൈപ്സ് ഓഫ് എക്സ്ക്രീഷൻ. പലതരത്തിലുണ്ട്, അല്ലെ? ഓരോ വേസ്റ്റ് മെറ്റീരിയൽസിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ആ എക്സ്ക്രീഷന്റെ പേരും മാറും. അപ്പൊ നോക്കി, നമ്മുടെ ശരീരത്തില് അമോണിയയാണ് പുറത്തേക്ക് കളയുന്നതെങ്കിൽ, അതായത് വേസ്റ്റ് മെറ്റീരിയൽ പുറത്തേക്ക് പോകുന്ന വേസ്റ്റ് മെറ്റീരിയൽ അമോണിയ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് എക്സ്ക്രീഷൻ എന്തെന്ന് വിളിക്കും? അമോണോടെലിസം എന്ന് പറയും. എന്തെന്ന് പറയും? അമോണോടെലിസം. മറിച്ച് യൂറിയ ആണ് വേസ്റ്റ് ആയിട്ട് പുറത്തേക്ക് പോകുന്നതെങ്കിൽ ആ ഒരു മെക്കാനിസം, ആ ഒരു ടൈപ്പ് ഓഫ് എക്സ്ക്രീഷനെ വിളിക്കുന്ന പേരാണ് യൂറിയോടെലിസം എന്ന് പറയും. യൂറിക് ആസിഡ് ആണ് പുറത്തേക്ക് കളയുന്നതെങ്കിൽ ആണ് പുറത്തേക്ക് കളയുന്നതെങ്കിൽ ആ ടൈപ്പ് ഓഫ് എക്സ്ക്രീഷൻ എന്തെന്ന് വിളിക്കും? യൂറിക്കോടെലിസം എന്ന് പറയും. അപ്പൊ 3 ടൈപ്സ് ഓഫ് എക്സ്ക്രീഷൻ മനസ്സിലായല്ല? വേസ്റ്റ് മെറ്റീരിയലിനനുസരിച്ച് എക്സ്ക്രീഷന്റെ പേര് മാറും. അതായത് അമോണിയ ആണ് പുറത്തേക്ക് കളയുന്നതെങ്കിൽ അതെന്തായിരിക്കും? അമോണോടെലിസം ആണ്. യൂറിയ ആണെങ്കിൽ അതിന്റെ പേരെന്താണ്? യൂറിയോടെലിസം. യൂറിക് ആസിഡ് ആണ് കളയുന്നതെങ്കിൽ അതെന്താ? യൂറിക്കോടെലിസം എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കിത് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അമോണിയയും യൂറിയയും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ നമ്മുടെ ശരീരത്തില് ശരിക്കും എന്താണ് വേസ്റ്റ് മെറ്റീരിയൽ ആയിട്ട് വരുന്നത്? നമ്മുടെ സെൽസിൽ ഉണ്ടാവുന്ന വേസ്റ്റ് മെറ്റീരിയൽ ഏതാണ്? അമോണിയാണ്. അമോണിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അമോണിയ എന്താണ്? ഹൈ ടോക്സിക് ആണ്. അതായത് നമ്മുടെ വിഷാംശം കൂടിയ ഒരു വേസ്റ്റ് മെറ്റീരിയൽ ആണ് ഇതെന്ന് പറഞ്ഞാൽ അമോണിയ. അതുകൊണ്ട് തന്നെ അതിനെ ഡൈല്യൂട്ട് ചെയ്ത് കളയണമെങ്കിൽ കൂടുതൽ വെള്ളം അത്യാവശ്യമാണ്. അതായത് more amount of water is required. More amount of water is required. അതായത് ഈ അമോണിയ കൂടുതലായിട്ട്, വിഷാംശം കൂടുതലുള്ളതായതുകൊണ്ട് അതിനെ ഡൈല്യൂട്ട് ചെയ്ത് കളയണമെങ്കിൽ നമ്മുടെ കൂടുതലായിട്ട് വെള്ളം ഉപയോഗിക്കും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് വെള്ളം ഉപയോഗിച്ച് പുറത്തേക്ക് കളയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ ലിവറിൽ വെച്ചിട്ട് ഈ അമോണിയനെ യൂറിയക്ക് കൺവേർട്ട് ചെയ്യും. അതിനുശേഷം നമ്മുടെ ശരീരം യൂറിയാണ് എന്ത് ചെയ്യണത്? പുറത്തേക്ക് കളയുന്നത്. ഓക്കെ, അപ്പൊ യൂറിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കി അമോണിയനെ കമ്പയർ ചെയ്യുമ്പോൾ യൂറിയ എന്താണ്? ലെസ് ടോക്സിക് ആണ്. അതായത് അമോണിയനെ വെച്ച് നോക്കുമ്പോൾ യൂറിയ അമോണിയനേക്കാളും എന്താണ്? വിഷാംശം കുറവുള്ള ഒരു വേസ്റ്റ് മെറ്റീരിയൽ ആണ്. അതേപോലെ തന്നെ ലെസ് എമൗണ്ട് ഓഫ് വാട്ടർ മതി അവരെ കളയാനായിട്ട്. അതായത് ഈ പറഞ്ഞ യൂറിയനെ കളയാനായിട്ട് കുറച്ച് വെള്ളം മതിയാവും. അതായത് അമോണിയനെ വെച്ച് നോക്കുമ്പോൾ രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ പറയുന്നത് ടീച്ചർ കേട്ടോ.
നോക്കി, അമോണിയ ഹൈ ടോക്സിക് ആണ്, വിഷാംശം കൂടിയവയും. അതേപോലെ അതിനെ പുറത്തേക്ക് കളയണമെങ്കിൽ, ഡൈല്യൂട്ട് ചെയ്ത് കളയണമെങ്കിൽ എന്ത് വേണം? മോർ എമൗണ്ട് ഓഫ് വാട്ടർ വേണം. പക്ഷെ യൂറിയ നോക്കിയേ, യൂറിയ എന്താണ്? ലെസ് ടോക്സിക് ആണ്, അതായത് അമോണിയനേക്കാൾ വെച്ച് നോക്കുമ്പോൾ എന്താണ്? കുറവ് വിഷാംശം ഉള്ളതാണ്. അതിന് ലെസ് എമൗണ്ട് ഓഫ് വാട്ടർ, കുറച്ച് എമൗണ്ട് ഓഫ് വാട്ടർ മതി. മനസ്സിലായി? അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യുന്നത്? ഉണ്ടാകുന്ന അമോണിയനെ ലിവറിൽ വെച്ചിട്ട് യൂറിയ ആക്കി കൺവേർട്ട് ചെയ്തിരുന്നത്. കാരണം അത്രയും വെള്ളം നമ്മുടെ ശരീരത്തിന് പുറത്തേക്ക് കളയാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോ ഞാൻ ചോദിക്കട്ടെ, ഈ അമോണിയ കളയുന്ന ജീവികൾ അപ്പൊ ഏതായിരിക്കാം? അതായത് കൂടുതൽ വെള്ളം വേണം, കൂടുതൽ വെള്ളം വേണം ഇതിന് കളയാനായിട്ട്. അപ്പൊ ഈ വെള്ളം കിട്ടണത് എവിടെയായിരിക്കും? ഈ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾക്കല്ലേ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ കൂടുതലും ഈ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളായിരിക്കും എന്ത് കാണിക്കുന്നത്? ഏത് ടൈപ്പ് എക്സ്ക്രീഷൻ കാണിക്കുന്നത്? അമോണോട്ടിലിസം കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് അപ്പൊ എന്ത് ചെയ്യാം? ടൈപ്സ് ഓഫ് എക്സ്ക്രീഷൻ ഒരു പെട്ടിയാക്കി തിരിച്ചിട്ടുണ്ട്. ഇത് അതേപോലെ നമുക്ക് പഠിച്ചാൽ മതി. നോക്കിയേ, അമോണോട്ടിലിസം, അതായത് എക്സ്ക്രീറ്റിംഗ് അമോണിയ, അമോണിയനെ കളയുന്ന പ്രോസസ്. അമോണിയ ആണ് പുറത്തേക്ക് കളയുന്നതെങ്കിൽ അതെന്താണ്? അമോണോട്ടിലിസം എന്ന് വിളിക്കും. അത് കാണിക്കുന്ന ജീവികളുടെ എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. മെനി ബോണി ഫിഷസ്, അറിയാലേ? ഫിഷ് എന്തായിരിക്കും? നമ്മളെ വെള്ളത്തിൽ ജീവിക്കുന്നവരൊക്കെ എന്തായിരിക്കും? അമോണോട്ടിലിസം ആയിരിക്കും. അക്വാട്ടിക് ആംഫിബിയൻസ്, അക്വാട്ടിക് ഇൻസെക്ട് ഒക്കെ എന്താണ്? അമോണോട്ടിലിസം ആണ് കാണിക്കുന്നത്. ഇനി അടുത്ത നോക്കിയാടാ, യൂറിയോട്ടിലിസം. യൂറിയോട്ടിലിസത്തില് എന്തിനായിരിക്കും എക്സ്ക്രീറ്റ് ചെയ്യുന്നത്? യൂറിയനായിരിക്കും എക്സ്ക്രീറ്റ് ചെയ്യുന്നത്, പുറത്തേക്ക് പോകുന്നത്. അതിന് എക്സാമ്പിൾസ് ഏതാന്ന് നോക്കിയേ, മാമൽസ് ഉണ്ടാവും. മാമൽസ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ എന്താണ്? മാമൽസിൽ പെടുന്നവരാണ് അല്ലെ? അതേപോലെ മെനി ടെറസ്ട്രിയൽ ആംഫിബിയൻസ്, മെറൈൻ ഫിഷസ് ഒക്കെ എന്താണ്? യൂറിയോട്ടിലിസം കാണിക്കുന്നവരാണ്. ഇനി അടുത്തതാണ് യൂറിക്കോട്ടിലിസം, അതായത് യൂറിക് ആസിഡ് ആണ് എക്സ്ക്രീഷൻ ഓഫ് നൈട്രോജൻ ബേസിസ് യൂറിക് ആസിഡ് ഇൻ ദ ഫോം ഓഫ് പെല്ലറ്റ്, പേസ്റ്റുകള്, മിനിമം ലോസ് ഓഫ് വാട്ടർ. അവർക്ക് എന്താണ്? വെള്ളം കുറവുണ്ടാവുള്ളൂ. ഇപ്പൊ നിങ്ങള് നമ്മളെ ബേർഡ്സ്, അതായത് ഈ പല്ലി, റെപ്റ്റൈൽസ്, ലിസാർഡ്സിനെ ഒക്കെ കണ്ടിട്ടില്ലേ? അവർ എക്സ്ക്രീഷൻ വേസ്റ്റ് കണ്ടിട്ടുണ്ടാ? അതൊക്കെ എന്താണ്? ഒരു പെല്ലറ്റ് പോലെ ആയിരിക്കും. ഇപ്പൊ പക്ഷികളുടെ ഒരു പേസ്റ്റ് പോലെ, അതായത് കുറച്ച് വെള്ളം ഉണ്ടാവുള്ളൂ അവര് അല്ലേ? അപ്പൊ ലെസ് ലോസ് ഓഫ് മിനിമം വാട്ടർ, കുറച്ച് എമൗണ്ട് ഓഫ് വെള്ളമേ എന്ത് ചെയ്യുന്നുള്ളൂ? അവർ പുറത്തേക്ക് കളയുന്നുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളതാണ് യൂറിക് ആസിഡ്. അങ്ങനെ ചെയ്യുന്ന ടൈപ്പ് ഓഫ് എക്സ്ക്രീഷൻ നമ്മൾ യൂറിക്കോട്ടിലിസം എന്ന് വിളിക്കും. അത് മെയിൻ ആയിട്ട് ചെയ്യുന്നത് ആരാണെന്ന് നോക്കിയേ? റെപ്റ്റൈൽസ്, ബേർഡ്സ്, സ്നെയിൽസ് ആൻഡ് ഇൻസെക്ട്. എക്സാമ്പിൾസ് പഠിച്ചു വെക്കണം. ഈ ബോക്സ് അതേപോലെ അങ്ങോട്ട് പഠിച്ചാൽ മതി. ടൈപ്പ് ഓഫ് എക്സ്ക്രീഷനും ഏതാണ് വേസ്റ്റ് കളയുന്നത്, പിന്നെ അതിനുള്ള എക്സാമ്പിൾസ്. ഓക്കെ, അടുത്ത് നോക്കിയേ, എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ് ഇൻ അനിമൽസ്. ജീവികളിൽ പലതരത്തിലുള്ള എക്സ്ക്രീറ്ററി സിസ്റ്റംസ് ഉണ്ട് അല്ലെ? ഓരോന്ന് നോക്കാം നമുക്ക്. ഫ്ലെയിം സെൽസ്, പ്രോട്ടോനെഫ്രീഡിയ. പ്രോട്ടോനെഫ്രീഡിയ ചിലപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് കേൾക്കണമായിരിക്കും. പക്ഷെ ഫ്ലെയിം സെൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെയാണ്? അനിമൽ കിങ്ഡത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഫ്ലെയിം സെൽസ് ഏതോ ഒരു ജീവിയുടെ അല്ലെങ്കിൽ ഏതോ ഒരു ഫൈലത്തിന്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ആണ് ഏതെന്ന് പറഞ്ഞാൽ ഫ്ലെയിം സെൽസ്. അത് ഏതായിരുന്നു? പ്ലാറ്റി ഹെൽമിന്തസ് ആയിരുന്നു അല്ലെ? പ്ലാറ്റി ഹെൽമിന്തസിന്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ഏതാന്ന് ചോദിച്ചാൽ ഫ്ലെയിം സെൽസ് അല്ലെങ്കിൽ പ്രോട്ടോനെഫ്രീഡിയ എന്ന് പറയാം. നോക്കിയേ, അതിൽ എക്സാമ്പിൾ ആരൊക്കെയും ഫ്ലാറ്റ് വേംസ് വരുന്നുണ്ട് അല്ലെ? പ്ലൈനേറിയ, ഇതൊക്കെ എന്താണ്? ഫ്ലെയിം സെൽസ് ആണ് അവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻസ്. പിന്നെ റോട്ടിഫേഴ്സ്, ചില അനലിഡ്സ് വരുന്നുണ്ട്. പിന്നെ സെഫാലോകോർഡേറ്റിൽ ആംഫിയോക്സസ് പോലുള്ളതൊക്കെ എന്താണ്? അവരുടെ ഓർഗൻ ഏതാണ്? ഫ്ലെയിം സെൽസ് ആണ്, എക്സ്ക്രീറ്ററി ഓർഗൻ. അടുത്ത് നോക്കിയേ, അടുത്താണ് നെഫ്രീഡിയ. നെഫ്രീഡിയ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? എർത്ത് ആൻഡ് അതർ അനലിഡ്സ് അല്ലെ? അനലിഡുകളിൽ വരുന്നത് ഏത് ഓർഗനാണ്? നെഫ്രീഡിയ ആണ്. അതേപോലെ മാൽഫീജിയൻ ട്യൂബ്യൂൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആർത്രോപോഡ അല്ലെ? മോസ്റ്റ് ഓഫ് ദ ഇൻസെക്ടുകൾ പൊതുവെ ഇതായിരിക്കും മാൽഫീജിയൻ ട്യൂബ്യൂൾസ്. എക്സാമ്പിൾ ആണ് കൊടുത്തിട്ടുണ്ട്, കോക്രോച്ചുകള്. ഇനി അടുത്ത് നോക്കിയാ, ആന്റിനൽ ആൻഡ് ഗ്രീൻ ഗ്ലാൻസ്. ഇത് ഏതിലാണ് നോക്കിയേ? ക്രസ്റ്റേഷ്യൻസ് ലൈക്ക് പ്രോൺസ്. പ്രോൺസ് പറഞ്ഞ ചെമ്മീൻ പോലെയുള്ള ക്രസ്റ്റേഷ്യൻസിൽ വരുന്ന എക്സ്ക്രീറ്ററി ഓർഗൻ ആണ് ആന്റിനൽ ഓർ ഗ്രീൻ ഗ്ലാൻസ്. പിന്നെ അടുത്തതാണ് കിഡ്നി. അത് ഞാൻ പറഞ്ഞ എന്റെ കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. ആരെല്ലാവർക്കും? ഫിഷസ്, ആംഫിബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ്, മാമൽസ്, ഇതിലെല്ലാവർക്കും എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ കിഡ്നിയാണ്. ഓക്കെ, ഇത് നിങ്ങൾ ഇതേപോലെ പഠിച്ചു വെക്കണം. മാച്ച് ദ ഫോളോയിങ് വരാം. പൊതുവെ ഇവിടുന്ന് എന്താണ്? മാച്ച് ദ ഫോളോയിങ്സ് ആണ് വരാറ് കേട്ടാ. അപ്പൊ നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം ഉണ്ടത്. അടുത്ത് നോക്കിയേ, അടുത്തതാണ് ഹ്യൂമൻ എക്സ്ക്രീറ്ററി. നമ്മൾ ഇനി നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തെ കുറിച്ച് പഠിക്കാൻ പോകണം. നമ്മുടെ മെയിൻ ആയിട്ടുള്ള എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്തൊക്കെ ഉൾപ്പെടുന്നതാണ് ഈ എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്? എ പെയർ ഓഫ് കിഡ്നി, നമുക്കറിയാം അല്ലെ? 2 കിഡ്നി ഉണ്ട് എല്ലാവർക്കും. ഇനി നോക്കിയേ, പെയർ ഓഫ് യൂറിറ്റേഴ്സ് ഉണ്ട്, അതേപോലെ യൂറിനറി ബ്ലാഡർ ഉണ്ട്, യൂറിത്ര ഉണ്ട്. ഇത്രയും ഭാഗങ്ങൾ അടങ്ങുന്നതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. നോക്കിയാൽ മക്കളെ, പിക്ചർ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചറാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അടയാളപ്പെടുത്താനായിട്ട് അറിഞ്ഞിരിക്കുക. നോക്കിയേ, 2 കിഡ്നീസ് ഉണ്ട് അല്ലെ? കിഡ്നീസ് ഉണ്ട്. കിഡ്നിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന യൂറിനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഈ ട്യൂബിനെയാണ് എന്തെന്ന് പറയുന്നത്? യൂറിറ്റർ എന്ന് പറയും. യൂറിൻ പിന്നെ എവിടേക്ക്? നമ്മളെ ഒരു ബാഗ്, ഒരു സഞ്ചി പോലെയുള്ളതിൽ സൂക്ഷിച്ചു വെക്കും അല്ലെ?
അതായത് സ്റ്റോർ ചെയ്ത് വെക്കും. അതിനെയാണ് നമ്മൾ യൂറിനറി ബ്ലാഡർ എന്ന് പറയുന്നത്. അതിനുശേഷം യൂറിൻ പുറത്തേക്ക് പോകുന്ന ഭാഗത്തിനെ യൂറിത്ര എന്ന് പറയും. പിന്നെ അതേപോലെ തന്നെ കിഡ്നിയിലെ കിഡ്നിയുടെ ഉള്ളിലേക്ക് രക്തത്തെ കൊടുക്കുന്ന കുഴലുകളെ വിളിക്കുന്ന പേര് റീനൽ ആർട്ടറി എന്നും, അതേപോലെ തന്നെ രക്തത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്ന കുഴലാണ് റീനൽ വെയിൻ എന്നും പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്താണ്, ഈ ഭാഗങ്ങളൊക്കെ ജസ്റ്റ് അടയാളപ്പെടുത്താനായിട്ട് നോക്കി വെക്കുക കേട്ടോ. ആ ഭാഗങ്ങളൊക്കെ പഠിച്ചു വെക്കുക, അത്രയേ ഉള്ളൂ അതില്. ഞാൻ അടുത്ത് നോക്കിയാടാ, അടുത്ത നമുക്ക് സ്ട്രക്ചർ ഓഫ് കിഡ്നിയുടെ സ്ട്രക്ചർ പഠിക്കണം. കിഡ്നി നമുക്കറിയാം കിഡ്നിയുടെ കളർ എന്താണ്, റെഡിഷ് ബ്രൗൺ കളർ ആണ് അല്ലെ കിഡ്നിയുടെ നിറം എന്ന് പറയുന്നത്. അതേപോലെ ബീൻ ഷേപ്ഡ് സ്ട്രക്ചർ ആണ്, നമ്മൾ പയറുമണി എന്നാണ് നമ്മൾ പറയാ അല്ലെ, പയറുമണിയുടെ ഷേപ്പ് ഉള്ള ഒരു റെഡിഷ് ബ്രൗൺ സ്ട്രക്ചർ ആണ് ഏതെന്ന് പറയുന്നത്, കിഡ്നി. നമ്മുടെ കിഡ്നി നോക്കി എവിടെയാണ് ഇത് കാണപ്പെടുന്നത്, ബിറ്റ്വീൻ ദ ലെവൽസ് ഓഫ് ലാസ്റ്റ് തൊറാസിക്. തൊറാസിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെഞ്ചിന്റെ ഭാഗം അല്ലെ, നെഞ്ചിന്റെ ആ ഏരിയനെയാണ് നമ്മൾ തൊറാസിക് എന്ന് പറയുന്നത്. അപ്പൊ ലാസ്റ്റ് തൊറാസിക് എന്ന് പറയുമ്പോൾ എന്താണ്, തൊറാസിക് ക്യാവിറ്റിയുടെ ലാസ്റ്റ് ഭാഗത്തിന്റെയും തേർഡ് ലംബാർ വെർട്ടിബ്രേ എന്ന് പറയുമ്പോൾ നമ്മുടെ താഴെ വെർട്ടിബ്രയുടെ ഏറ്റവും താഴത്തുള്ള ഭാഗം, വെർട്ടിബ്രയുടെ അവസാനത്തെ ഭാഗത്തിനാണ് തേർഡ് ലംബാർ വെർട്ടിബ്രേ എന്ന് പറയുന്നത്. അതിന്റെ അടുത്ത് ഡോർസൽ ഇന്നർ വാൾ ഓഫ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി. അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ ഡോർസൽ സൈഡിൽ, ഏതാണ് ഡോർസൽ സൈഡ്, ഇതെന്താണ് നമ്മുടെ, ഇത് വെൻട്രൽ സൈഡും ഈ ബാക്ക് വശത്തിന് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡോർസൽ സൈഡ്. അപ്പൊ കുറച്ച് ബാക്ക് വശത്തേക്ക് ഡോർസൽ സൈഡിലേക്ക് ആയിട്ടാണ് എന്തിരിക്കുന്നത്, നമ്മുടെ കിഡ്നി പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി ലെങ്ത് നോക്കിയേ, 10 to 12 സെന്റിമീറ്റർ ആണ് നമ്മുടെ കിഡ്നിയുടെ ലെങ്ത്. അതേപോലെ വിഡ്ത്ത് 5 to 7 സെന്റിമീറ്റർ ആണ് വിഡ്ത്ത്. പിന്നെ തിക്നെസ് ചോദിച്ചാൽ, കനം ചോദിച്ചാൽ 2 to 3 സെന്റിമീറ്റർ. വെയിറ്റ് ഭാരം ചോദിച്ചാൽ എത്രയാണ്, 120 to 170 ഗ്രാം കേട്ടോ. ഗ്രാം എന്നാണ് എഴുതേണ്ടത്, കിലോഗ്രാം എന്നൊന്നും എഴുതരുത് കേട്ടോ, ഗ്രാം ആണ്. 120 to 170 ഗ്രാം. കവേർഡ് ബൈ റീനൽ ക്യാപ്സ്യൂൾ. ഈ കിഡ്നിനെ കവർ ചെയ്തിട്ട് ഒരു മെംബ്രെയിൻ ഉണ്ട്, അതിനെയാണ് നമ്മൾ റീനൽ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. നമ്മള് ഹാർട്ടിനെയും ലങ്സിനെയും കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഹാർട്ടിനെ കവർ ചെയ്യുന്ന മെംബ്രെയിന്റെ പേരെന്താണ്, ഡബിൾ ലെയർഡ് മെംബ്രെയിന്റെ പേരെന്താണ്, പെരികാർഡിയം എന്ന് പഠിച്ചു അല്ലെ. ലങ്സിനെ കവർ ചെയ്യുന്ന മെംബ്രെയിൻ ഏതാണ്, പ്ലൂറ എന്നാണ് പഠിച്ചിട്ടുള്ളത്. അതേപോലെ നമ്മുടെ കിഡ്നിനെ കവർ ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ആണ് റീനൽ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. എന്താണ്, റീനൽ ക്യാപ്സ്യൂൾ എന്ന് പറയും. സെന്റർ ഓഫ് ദ ഇന്നർ കോൺകേവ് സർഫസ്. നമുക്ക് ആ പിക്ചർ ഒന്ന് നോക്കിയാലോ. ഇതാണ് നമ്മുടെ ഒരു കിഡ്നി എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ ഭാഗങ്ങൾ എക്സ്ക്രീറ്ററി സിസ്റ്റംസ് പഠിച്ചു. ഇനി നമുക്ക് കിഡ്നിയുടെ നോക്കാം. അതായത് ഈ കിഡ്നിയുടെ ഇവിടെ ജസ്റ്റ് ടീച്ചർ വരയ്ക്കാം കേട്ടോ. നോക്കിയ കിഡ്നിയുടെ ഷേപ്പ് ഇത് ഇങ്ങനെയായിരിക്കും അല്ലെ, ഒരു ബീൻ ഷേപ്ഡ് ആണെന്ന് പറഞ്ഞു. കിഡ്നിയുടെ ഷേപ്പ് ഒരു ബീൻ ഷേപ്ഡ് ആണെന്ന് പറഞ്ഞു അല്ലെ. ഈ കിഡ്നിയുടെ ഈ പുറം ഭാഗത്തെ ഇതിനെ വിളിക്കുന്ന പേര് കോൺവെക്സ് ഭാഗം, കോൺവെക്സ് സർഫസ് എന്ന് പറയാം. കോൺവെക്സ് സർഫസും ഈ ഉൾഭാഗത്തെ ഈ ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം അപ്പൊ ഏതായിരിക്കും, കോൺകേവ് സർഫസ് ആണ്. കോൺകേവ് സർഫസ്. അതായത് നിങ്ങൾ ഫിസിക്സിൽ പഠിക്കുന്നുണ്ടാവേ, കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും എങ്ങനെയാണ് അതിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നത്. കോൺവെക്സ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, പുറത്തേക്ക് തള്ളി നിൽക്കുന്നതാണ് എന്ത്, കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്നത് എന്തായിരിക്കും, ഉള്ളിലേക്ക് നിൽക്കുന്നത് കോൺകേവ് ആണ്. അത് തന്നെയാണ് സംഭവം. അതായത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം കോൺവെക്സ് സർഫസും ഉള്ളിലേക്ക് നിൽക്കുന്നത് കോൺകേവ് സർഫസും ആണ്. അപ്പൊ നോക്കി ഈ കിഡ്നിയുടെ കോൺകേവ് സർഫസിൽ അവിടെ എന്തുണ്ട്, ഒരു നോച്ച് ഉണ്ട്. ഇതാണ് ഈ നോച്ച് എന്ന് പറയുന്നത്. ഇതാണ് ആ നോച്ച് എന്ന് പറയുന്നത്, ഒരു കുഴി, അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു നോച്ച് ഉണ്ട്. ഈ നോച്ച് വഴിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ യൂറിറ്റേഴ്സ് കിഡ്നിയുടെ ഉള്ളിലേക്ക് പോകുന്നത്. അതേപോലെ നമ്മുടെ റീനൽ വെയിനും റീനൽ ആർട്ടറി ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഉള്ളിലേക്ക് കിടക്കുന്നത് ഈ പറഞ്ഞ നോച്ച് വഴിയാണ്. ആ കുഴി വഴിയാണ്, കോൺകേവ് സർഫസിലുള്ള ഈ പറയുന്ന നോച്ച്, ഈ കുഴി വഴിയാണ് എന്ത് ചെയ്യുന്നത്, യൂറിറ്ററും റീനൽ ആർട്ടറിയും റീനൽ വെയിനൊക്കെ കിഡ്നിയുടെ ഉള്ളിലേക്ക് കിടക്കുന്നത്. അപ്പൊ ആ ഭാഗത്തിന് വിളിക്കുന്ന പേരാണ്, ഈ കുഴി പോലുള്ള ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് ഹൈലം. ഹൈലം എന്ന് പറയും. അപ്പൊ കോൺകേവ് സർഫസിൽ ഒരു കുഴി പോലെ ഒരു നോച്ച് ലൈക്ക് പാർട്ട് ഉണ്ട്. അതിനുള്ളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, യൂറിറ്ററും റീനൽ ആർട്ടറിയും റീനൽ വെയിനൊക്കെ കിഡ്നിയുടെ ഉള്ളിലേക്ക് കിടക്കുന്നത്. ആ നോച്ചിനെയാണ് ഹൈലം എന്ന് പറയും. എന്തെന്ന് പറയും, ഹൈലം എന്നാണ് പറയും. അതിനുശേഷം ഈ ഹൈലം നോക്കട്ടാ, ഇതാണ് നോച്ച്. ഇതേ കണ്ട, എല്ലാരും ഈ ഉള്ളിലേക്ക് കിടക്കുന്ന ഭാഗം ഇതാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുഴി, ഇവിടെയുള്ള ഈ കുഴി, ഇതാണ് ഹൈലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈലം. ഇനി ഈ ഹൈലം നോക്കിയേ, ഹൈലം ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നോക്കിക്കോട്ടാ, ഈ ഒരു ഭാഗം, ഈ കപ്പ് ഷേപ്ഡ് ഭാഗം,
ഈ കപ്പ് ഷേപ്ഡ് ഭാഗത്തിന് കേട്ടാ, ഹൈലം കഴിഞ്ഞ് ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാല് ഈ കപ്പ് ഷേപ്ഡ് ഭാഗം, ഈ കളർ ചെയ്യുന്ന ഭാഗം കേട്ടാ, ഇതിനെയാണ് ഇതാണ് കപ്പ് ഷേപ്ഡ് ഭാഗം എന്ന് പറയുന്നത്. ഈ കപ്പ് ഷേപ്ഡ് ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് റീനൽ പെൽവിസ് എന്ന് പറയും. റീനൽ പെൽവിസ്. ഈ കപ്പ് ഷേപ്ഡ് ഭാഗത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? റീനൽ പെൽവിസ് എന്ന് പറയും. ഒരു കപ്പ് ഷേപ്ഡ് ഭാഗം, ഒരു സ്പേസ് ഉണ്ട്, ആ സ്പേസിനെയാണ് എന്ത്? റീനൽ പെൽവിസ് എന്ന് പറയുന്നത്. അതിനുശേഷം ഈ റീനൽ പെൽവിസ് എന്ത് ചെയ്യുന്നുണ്ട്? കുറെ പ്രൊജക്ഷൻസ് കാണണ്ടാ. റീനൽ പെൽവിസിലെ പ്രൊജക്ഷൻസ് ആണ് ഈ കാണുന്നത് കേട്ടാ. ഈ പ്രൊജക്ഷൻസിനെയാണ് എന്ത് പറയുന്നത്? റീനൽ കാലിക്സ് എന്ന് പറയും, അല്ലെങ്കിൽ റീനൽ കാലിസസ് എന്ന് പറയും. അപ്പോ നമ്മുടെ ഹൈലം കഴിഞ്ഞാൽ ഉള്ള സ്പേസ് എന്താണ്? റീനൽ പെൽവിസ് ആണ്. റീനൽ പെൽവിസ് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത്, ആ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗത്തിനെയാണ് റീനൽ കാലിക്സ് എന്ന് പറയുന്നു. റീനൽ കാലിക്സ് എന്ന് പറയും. ഇനി ഈ കാലിക്സ് ചെന്ന് അവസാനിക്കണം എങ്ങനെയാന്ന് നോക്കിയേ, ഒരു പിരമിഡ് ലൈക്ക് അല്ലെങ്കിൽ ഒരു കോണിക്കൽ മാസ് ലൈക്ക് സബ്സ്റ്റൻസ് കണ്ടാ, ഒരു കോണിക്കൽ മാസ് ലൈക്ക് സബ്സ്റ്റൻസിലേക്കാണ്. അതിനെയാണ് മെഡുല്ലറി പിരമിഡ് എന്ന് പറയും. എന്ന് പറയും മെഡുല്ലറി പിരമിഡ് എന്ന് പറയും. ഇനി നമ്മുടെ കിഡ്നിക്ക് അറിയാം രണ്ട് ഭാഗങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും രണ്ട് ഭാഗങ്ങളുണ്ട്. ഇത് നമ്മുടെ മെഡുല്ല റീജിയൻ, ഉള്ളിലേക്കുള്ള ഭാഗത്തിനെ എന്തെന്ന് വിളിക്കും? മെഡുല്ല റീജിയനും പുറമേ ഉള്ള ഭാഗത്തിനെ എന്തെന്ന് വിളിക്കും? കോർട്ടെക്സ്. മെഡുല്ല ആൻഡ് കോർട്ടെക്സ് രണ്ട് ഭാഗങ്ങളാണ് നമ്മുടെ കിഡ്നിക്കുള്ളത്. ഏറ്റവും പുറമേ ഉള്ളത് ഏതാണ്? കോർട്ടെക്സും. ഉള്ളിലുള്ള ഭാഗത്തിന് നമ്മൾ എന്തെന്ന് വിളിക്കും? മെഡുല്ല എന്ന് വിളിക്കും അല്ലെ. ഞാൻ പിക്ചർ നോക്കിയേ, ഇതാണ് കോർട്ടെക്സ്, ഇതിനുള്ളിലേക്ക് മെഡുല്ല. അപ്പൊ നോക്കിയേ, നമ്മുടെ ഈ കോർട്ടെക്സ് ഉള്ളിലേക്ക്, കോർട്ടെക്സ് ഇങ്ങനെ ഉള്ളിലേക്ക് കാണുന്നില്ല, ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മെഡുല്ലറ് ഉള്ളിലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ട്. കോളംസ് പോലെ എന്ത് ചെയ്യുന്നുണ്ട്? തള്ളി ഉള്ളിലേക്ക് നിൽക്കുന്നുണ്ട്, നീണ്ടു നിൽക്കുന്നുണ്ട്, ഇങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ട് കേട്ടാ. കോളംസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മെഡുല്ലറി പിരമിഡിന്റെ ഉള്ളിലേക്ക്, മെഡുല്ലറി ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കോളംസ് പോലെ നീണ്ടു നിൽക്കുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് കോളംസ് ഓഫ് ബെർട്ടിനി എന്ന് പറയും. ഇവിടെ എഴുതിയിട്ടില്ല. കോളംസ് ഓഫ് ബെർട്ടിനി എന്നാണ് പറയുന്നത്. കോളംസ് ഓഫ് ബെർട്ടിനി. നോക്കി ജസ്റ്റ് വായിക്കാം, നോക്കിയടാ. In the center of the inner concave surface of the kidney, there is a notch called the hilum, through which ureter, blood vessels എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു? നമ്മുടെ റീനൽ ആർട്ടറി, റീനൽ വെയിൻ, ഇതൊക്കെ ഉള്ളിലേക്ക് കിടക്കുന്നത് ഏത് വഴിയാണ്? ആ കിഡ്നിയുടെ കോൺകേവ് സർഫസിലുള്ള അനൂച്ച് വഴി, ദ്വാരം വഴി, ആ ഹോൾ വഴിയാണ്. അതിനെയാണ് ഹൈലം എന്ന് പറയുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നത്? ഇന്നർ ടു ദ ഹൈലം ഒരു ഫണൽ ഷേപ്ഡ് ഭാഗമുണ്ട് അല്ലെ, ഒരു കപ്പ് ഷേപ്ഡ് അല്ലെങ്കിൽ ഫണൽ ഷേപ്ഡ് സ്പേസിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? റീനൽ സ്പേസ് എന്ന് വിളിക്കും. ആ സ്പേസിലെ ഉള്ള പ്രൊജക്ഷൻസിനെ എന്തെന്ന് പറയും? കാലിസെക്സ് എന്ന് പറയും. അതായത് അത് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ, അതിനെ കാലിസെക്സ് എന്ന് പറയും. ഈ ഔട്ടർ പാർട്ട് കോർട്ടെക്സും ഇന്നർ പാർട്ട് എന്താണ്? മെഡുല്ല എന്ന് അറിയാലോ അല്ലെ. നോക്കിയേ, ഈ മെഡുല്ലയ്ക്ക് few conical masses called medullary pyramids, അതായത് കാലിക്സ് കഴിഞ്ഞു വരുന്ന ഭാഗം, കോണിക്കൽ മാസസ് ലൈക്ക് പിരമിഡ് പോലെയുള്ള ഭാഗത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ മെഡുല്ലറി പിരമിഡ്സ് എന്ന് പറയുന്നത്. അതിനുശേഷം ഈ കോർട്ടെക്സ്, നമ്മുടെ ഈ കോർട്ടെക്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ മെഡുല്ലറി ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കോളംസ് ഓഫ് ബെർട്ടിനി എന്ന് പറയുന്നത്. ഈ പിക്ചർ നോക്കുക, അടയാളപ്പെടുത്താനായിട്ട് പഠിക്കാട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചറാണ്. ഞാൻ അടുത്ത് നോക്കിയേ, നെഫ്രോൺസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. എന്താണ് കിഡ്നിയിലുള്ള നെഫ്രോൺസ്? അതായത് നമ്മുടെ ആ കിഡ്നി എന്ന് പറയുമ്പോൾ എന്താണ് മെയിൻ ആയിട്ട്? എന്താണ്? ഫിൽട്രേഷൻ നടത്തുകയല്ലേ, ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യണം, അതിലുള്ള വേസ്റ്റുകൾ എടുക്കണം. അപ്പൊ ഈ ഫിൽട്രേഷൻ, ഈ അരിച്ചു മാറ്റാനായിട്ട്, ഈ പറഞ്ഞ വേസ്റ്റുകളെ അരിച്ചു മാറ്റാൻ സഹായിക്കുന്ന സ്ട്രക്ചേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? നെഫ്രോൺസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കിഡ്നിയിൽ നോക്കിയേ 1 മില്യൺ ട്യൂബുലാർ നെഫ്രോൺസ് ഉണ്ട് ഓരോ കിഡ്നിയിലും. ഒരു കിഡ്നിയിൽ എത്ര ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 1 മില്യൺ നെഫ്രോൺസ് ആർ പ്രസന്റ്. അതായത് നെഫ്രോൺസ് ആർ ഈ ഒരു പോയിന്റ് പഠിച്ചു വെക്കണം. Nephrons are the structural and functional unit of kidneys. മെയിൻ ഫംഗ്ഷൻ, കിഡ്നിയിലെ മെയിൻ ഈ പറഞ്ഞ ഫിൽട്രേഷൻ നടത്താൻ സഹായിക്കുന്ന ഭാഗം ഏതാണ്? നെഫ്രോൺസ് ആണ്. അതുകൊണ്ട് അതിനെ എന്തെന്ന് വിളിക്കാം? സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി എന്ന് വിളിക്കാം. അടുത്തത് ഈ നെഫ്രോൺസിന്റെ പാർട്സ് പഠിക്കാനുണ്ട് നമുക്ക്. നെഫ്രോണ് 2 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് ഗ്ലോമർലസും റീനൽ ട്യൂബ്യൂളും. നെഫ്രോണിന്റെ ഭാഗങ്ങളുടെ പേരെന്താണ്? ഗ്ലോമർലസും റീനൽ ട്യൂബ്യൂളും. നോക്കിയടാ, ആദ്യം നമുക്ക് അതിന്റെ ജസ്റ്റ് ആ പടം റീനൽ ട്യൂബ്യൂൾ നോക്കാം കേട്ടാ. അതായത് നമുക്ക് നെഫ്രോൺ എന്ന് പറയുമ്പോൾ 2 ഭാഗങ്ങളാണ്, ഒന്ന് ഗ്ലോമർലസും ഒന്ന് എന്താണ്? റീനൽ ട്യൂബ്യൂളും. ആദ്യം നമുക്ക് റീനൽ ട്യൂബ്യൂൾ നോക്കാം. നോക്കിയേ, റീനൽ ട്യൂബ്യൂളിന്റെ സ്ട്രക്ചർ ആണ് ടീച്ചർ വരയ്ക്കുന്നത് കേട്ടാ. ഒരു കപ്പ് ഷേപ്ഡ് സ്ട്രക്ചർ ഉണ്ടാവും റീനൽ ട്യൂബ്യൂളില്.
അതായത് ഒരു കപ്പ് പോലെയുള്ള കപ്പ് ഷേപ്ഡ് ഒരു സ്ട്രക്ചർ ഉണ്ട് റീനൽ ട്യൂബിൽ. തുടങ്ങണ ഇങ്ങനെയാണ്, ഒരു കപ്പ് ഷേപ്ഡ് സ്ട്രക്ചർ ആണ്. ഇതിനെയാണ് ബൗമാൻസ് ക്യാപ്സ്യൂൾ എന്ന് വിളിക്കുന്നത്. എന്താണ്? ബൗമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയും. ബൗമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയും. ഈ റീനൽ ട്യൂബ്യൂള് താഴേക്ക് ഇറങ്ങും. ഒരു കോയിൽഡ് ട്യൂബിലേക്ക്, ഒരു കോയിൽഡ് പോലത്തെ അതായത് ഒരു ചുരുണ്ട് കിടക്കുന്ന ഒരു ട്യൂബ് ആവും. അതിനെ വിളിക്കുന്ന പേരാണ് PCT. PCT എന്ന് പറഞ്ഞാൽ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്നാണ് അർത്ഥം. PCT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ തന്നെ എഴുതാം. പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. അതായത് നമ്മുടെ റീനൽ ട്യൂബിന്റെ ഓരോ ഭാഗത്തിനെ ഓരോ പേരിട്ട് വിളിക്കുന്നത്, അത്രേ ഉള്ളൂ. ഒരു കപ്പ് ഷേപ്ഡ് ഭാഗത്തിനെ എന്തെന്ന് വിളിക്കും? ബൗമാൻസ് ക്യാപ്സ്യൂൾ എന്ന് വിളിക്കും. അത് താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു കോയിൽഡ് പോലത്തെ ഒരു ട്യൂബ് ആവും. അതിന്റെ പേരെന്താണ്? PCT. അതിനുശേഷം ഇതിങ്ങനെ ലൂപ്പ് പോലെ ഒന്ന് ആവും. ലൂപ്പ് പോലെ, അതായത് ഹെയർ പിൻ പോലെ. നമ്മൾ യു ഷേപ്ഡ് പിൻ കണ്ടിട്ടില്ലേ നിങ്ങള്? നമ്മളെ ഗേൾസിന് അറിയാൻ പറ്റും. അതായത് അവര് ഇപ്പൊ മുല്ലപ്പൂവൊക്കെ വെക്കുമ്പോ ഒരു യു ഷേപ്ഡ് പിൻ പോലെ ഉള്ളൊരു പിൻ നമ്മൾ കുത്താറുണ്ട്. അതിന്റെ സ്ട്രക്ചർ ആണ് യു പിൻ പോലെ ഉണ്ടാവും. ആ യു പിൻ പോലെയുള്ള ആ ഷേപ്പിനെ വിളിക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചറിനെ വിളിക്കുന്നതാണ് ഹെൻലീസ് ലൂപ്പ് എന്ന് പറയും. എന്താണ്? ഹെൻലീസ് ലൂപ്പ് എന്ന് പറയും. ഹെൻലീസ് ലൂപ്പ്. ഈ ഹെൻലീസ് ലൂപ്പ് നോക്കിയേ, മുകളിലേക്ക് ഉയർന്നിട്ട് പിന്നെയും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കോയിൽഡ് ട്യൂബ് ആയിട്ട് മാറുന്നുണ്ട്. ഒരു ചുരുണ്ട് കിടക്കുന്ന ഒരു ട്യൂബ് ആയിട്ട് മാറുന്നുണ്ട്. അതിന്റെ പേരാണ് DCT. PCT, DCT. PCT എന്ന് പറയുമ്പോൾ എന്താണ്? പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂള്. DCT എന്ന് പറയുമ്പോൾ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. ഈ DCT പിന്നെ ചെന്ന് ചേരുന്നത് ഒരു കളക്ടിങ് ഡക്റ്റിലേക്കാണ്. ഒരു കളക്ടിങ് ഡക്റ്റിലേക്കാണ് PCT പിന്നെ എന്ത് ചെയ്യണത്? സോറി, DCT ചെന്ന് ചേരുന്നത്. ഇതാണ് കളക്ടിങ് ഡക്റ്റ്. കളക്ടിങ് ഡക്റ്റ് നോക്കിയേ, ഇതാണ് നമ്മുടെ റീനൽ ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, ഒരു കപ്പ് ഷേപ്ഡ് ഭാഗമുണ്ട്, അതിനെ ബൗമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയും. അതിനുശേഷം വരുന്ന കോയിൽഡ് പാർട്ടിനെ PCT എന്ന് പറയും. പിന്നെ യൂപ്പിൻ പോലെയുള്ള ഷേപ്പിനെ എന്തെന്ന് പറയാ? ഹെൻലീസ് ലൂപ്പ് എന്ന് പറയും. അതിനുശേഷം ചുരുണ്ട് കിടക്കുന്ന ട്യൂബിനെ നമ്മൾ DCT ചെന്ന് ചേരുന്ന ഭാഗമാണ് എന്ത്? കളക്ടിങ് ഡക്റ്റ്. ഈ DCT നോക്കിയാൽ താഴത്തേക്ക് ഇറങ്ങുന്നുണ്ട്, മുകളിലേക്ക് കയറുന്നുണ്ട് അല്ലെ? ഒരു യൂപ്പിൻ ഷേപ്ഡാണ്. അപ്പൊ ഈ താഴത്തേക്ക് ഇറങ്ങുന്ന ആ ലിംബിനെ വിളിക്കുന്ന പേരാണ് ഡിസെൻഡിങ് ലിംബ് എന്ന് പറയും. ഈ താഴത്തേക്ക് ഇറങ്ങുന്നതിനെ, നമ്മൾ വലുതിൽ നിന്ന് താഴത്തേക്ക് പോകുന്നതിനെ ഡിസെൻഡിങ് എന്നല്ലേ പറയണത്? അപ്പൊ നോക്കിയേ, മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങുന്നതിനെ ഡിസെൻഡിങ് ലിംബ് എന്ന് പറയും. ഡിസെൻഡിങ് ലിംബ്. ഡിസെൻഡിങ് ലിംബ്. അപ്പൊ താഴെ നിന്ന് മുകളിലേക്ക് കയറുന്നതിന് എന്തെന്ന് പറയും? അസെൻഡിങ് ലിംബ് എന്ന് പറയും. സിമ്പിൾ ആണ്. ഇതെന്താണ്? അസെൻഡിങ് ലിംബ്. അസെൻഡിങ് ലിംബ്. അതായത് രണ്ട് ലിംബ് ഉണ്ട്. ഹെൻലീസ് ലൂപ്പിന്റെ രണ്ട് ഭാഗങ്ങളുണ്ട്. എന്താണ്? താഴെ നിന്ന് മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങുന്നതിനെ നമ്മൾ ഡിസെൻഡിങ് ലിംബ് എന്നും, മുകളിൽ നിന്ന് താഴത്തെ നിന്ന് മുകളിലേക്ക് പോകുന്നതിനെ എന്തെന്ന് പറയും? അസെൻഡിങ് ലിംബ്. അങ്ങോട്ട് ഇങ്ങോട്ട് മാറരുത്, തെറ്റിക്കരുത്. ഇത് ഡിസെൻഡിങ് ലിംബും ഇതെന്താണ്? അസെൻഡിങ് ലിംബും. ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ റീനൽ ട്യൂബ്യൂളിന്റെ ഭാഗങ്ങൾ. കഴിഞ്ഞ നെഫ്രോൺ ഇല്ലല്ല, നെഫ്രോണ് രണ്ട് ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് റീനൽ ട്യൂബ്യൂളും ഒന്ന് എന്തായിരുന്നു? ഗ്ലോമറുലസും. ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഭാഗം ഏതാണ്? റീനൽ ട്യൂബ്യൂളിൽ. ഇനി അടുത്തത് ഗ്ലോമറുലസ് പറയണം അല്ലെ? അതായത് നമ്മുടെ കിഡ്നിയുടെ ഉള്ളിലേക്ക് പോകുന്ന ട്യൂബിന്റെ, അതായത് ബ്ലഡ് വെസൽസിന്റെ പേരെന്താണ്? റീനൽ ആർട്ടറി എന്നാണ് അല്ലെ? ഈ റീനൽ ആർട്ടറി പിന്നെ ആർട്ടീരിയോളായിട്ട് എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. അതായത് ചെറിയ ചെറിയ കുഴലുകളായിട്ട്. എങ്ങനെയാണ്? ആർട്ടീരിയോൾ എന്ന് പറയും. അങ്ങനെ ഈ ആർട്ടീരിയോള് ഈ പറഞ്ഞ ബൗമാൻസ് ക്യാപ്സ്യൂളിന്റെ ഉള്ളിലേക്ക് കയറും. ആ കയറുന്ന ബ്ലഡ് വെസലിനെ വിളിക്കുന്ന പേരാണ് അഫറന്റ്. കേറുന്ന ആർട്ടീരിയോളുടെ ബ്ലഡ് വെസൽസിനെ വിളിക്കുന്ന പേരാണ് അഫറന്റ് ആർട്ടീരിയോൾ. അഫറന്റ് ആർട്ടീരിയോൾ എന്ന് പറയും. ഈ അഫറന്റ് ആർട്ടീരിയോള് ബൗമാൻസ് ക്യാപ്സ്യൂളിന്റെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ എന്താവും? ബ്ലഡ് കാപ്പിലറീസ് ആയിട്ട് മാറും. നമ്മുടെ ബ്ലഡ് വെസൽസിന്റെ ഏറ്റവും നേർത്ത കുഴൽ, രക്തക്കുഴലിനാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ബ്ലഡ് കാപ്പിലറീസ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അഫറന്റ് ആർട്ടീരിയോൾ ഈ ബൗമാൻസ് ക്യാപ്സ്യൂളിന്റെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ ഒരു ടഫ് ഓഫ് ബ്ലഡ് കാപ്പിലറീസ്, ഒരു കൂട്ടം എന്തായിട്ട് മാറും? നമ്മുടെ ബ്ലഡ് കാപ്പിലറീസ് ആയിട്ട് മാറും. ഈ പറഞ്ഞിരിക്കുന്ന ഈ ടഫ്റ്റ് ഓഫ് കാപ്പിലറീസിനെയാണ് എന്ത് വിളിക്കുന്നത്? ഗ്ലോമറുലസ്.
ഗ്ലോമെറുലസ് എന്ന് പറയുന്നത്. മനസ്സിലായ? ഗ്ലോമെറുലസ്. അതിനുശേഷം ഈ കാപ്പിലറീസ് എന്ത് ചെയ്യും? പുറത്തേക്ക് പോകും. ആർട്ടീരിയോൾ ആയിട്ട് തന്നെ പുറത്തേക്ക് പോകും. ആ പുറത്തേക്ക് പോകുന്നതിനെ വിളിക്കുന്ന പേരാണ് എഫറന്റ്. എഫറന്റ് ആർട്ടീരിയോൾ എന്ന് പറയും. അപ്പോ ബൗമാൻസ് ക്യാപ്സ്യൂളിന്റെ ഉള്ളിലേക്ക് കടക്കുന്ന ബ്ലഡ് ആർട്ടീരിയോളിനെ എന്തെന്ന് പറയും? അഫറന്റ് ആർട്ടീരിയോൾ എന്നും. ഈ അഫറന്റ് ആർട്ടീരിയോൾ ബൗമാൻസ് ക്യാപ്സ്യൂളിന്റെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ ഒരു ടഫ്റ്റ്, ഒരു കൂട്ടം ബ്ലഡ് കാപ്പിലറീസ് ആയിട്ട് മാറും. ആ ടഫ്റ്റിനെ, ആ കൂട്ടത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? ഗ്ലോമെറുലസ് എന്ന് പറയുന്നത്. അതിനുശേഷം അത് പിന്നെയും പുറത്തേക്ക് പോകുന്നുണ്ട്. ആ ബ്ലഡ് വെസൽസ് പുറത്തേക്ക് പോകുന്നുണ്ട്. പുറത്തേക്ക് പോകുന്നതിനെ എന്തെന്ന് വിളിക്കും? എഫറന്റ് ആർട്ടീരിയോൾ എന്ന് വിളിക്കും. എന്താണ്? എഫറന്റ് ആർട്ടീരിയോൾ. ഈ എഫറന്റ് ആർട്ടീരിയോള് താഴത്തേക്ക് ഇറങ്ങും. എഫറന്റ് ആർട്ടീരിയോൾ എന്ത് ചെയ്യുന്നുണ്ട്? താഴത്തേക്ക് ഇറങ്ങും. അതായത് പെരി ട്യൂബുലാർ കാപ്പിലറീസ്. ഇതിനെ എന്തെന്ന് വിളിക്കും? പെരി ട്യൂബുലാർ കാപ്പിലറീസ് എന്ന് വിളിക്കും. പെരി ട്യൂബുലാർ കാപ്പിലറീസ് എന്ന് വിളിക്കും കേട്ടോ. ഈ എഫറന്റ് ആർട്ടീരിയോളിന്റെ ശാഖനെയാണ് എന്തെന്ന് പറയുന്നത്? പെരി ട്യൂബുലാർ കാപ്പിലറീസ്. ഈ പെരി ട്യൂബുലാർ കാപ്പിലറീസ് പിന്നെ എന്ത് ചെയ്യും? നമ്മുടെ ഹെൻലീസ് ലൂപ്പിനെ ചുറ്റുന്നുണ്ട്. ഹെൻലീസ് ലൂപ്പിനെ എന്ത് ചെയ്യുന്നുണ്ട്? ചുറ്റും. ഹെൻലീസ് ലൂപ്പിനെ ചുറ്റിയിട്ട് അത് എവിടേക്ക് ജോയിൻ ചെയ്യും? നമ്മുടെ റീനൽ വെയിനിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ജോയിൻ ചെയ്യുന്നുണ്ട്. റീനൽ വെയിനിലേക്ക് എന്ത് ചെയ്യും? ജോയിൻ ചെയ്യും. അപ്പോ ഈ ഹെൻലീസ് ലൂപ്പിനെ ചുറ്റുന്നത് മനസ്സിലായ? പെരി ട്യൂബുലാർ നോക്കിയ എഫറന്റ് ആർട്ടീരിയോൾ പുറത്തേക്ക് വന്നു. അതായത് ബൗമാൻസ് ക്യാപ്സ്യൂളിന്റെ പുറത്തേക്ക് വരുന്ന ട്യൂബിനെയാണ് എന്തെന്ന് പറയുന്നത്? എഫറന്റ്. അകത്തേക്ക് വരുന്ന ആർട്ടീരിയോൾ എന്ത് പറയുക? അകത്തേക്ക് വരുന്നത് അഫറന്റും പുറത്തേക്ക് പോകുന്നത് എന്താണ്? എഫറന്റും ആണ്. ഈ പുറത്തേക്ക് പോയ എഫറന്റ് ആർട്ടീരിയോൾ പിന്നെ എന്തായിട്ട് മാറുന്നുണ്ട്? പെരി ട്യൂബുലാർ കാപ്പിലറീസ് ആയിട്ട് മാറും. അതിനുശേഷം അത് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഹെൻലീസ് ലൂപ്പിനെ ചുറ്റിയിട്ടാണ് എവിടേക്ക് പോകുന്നത്? നമ്മുടെ റീനൽ വെയിനിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പോ ഈ റീനൽ ട്യൂബുലർ അല്ലെങ്കിൽ ഹെൻലീസ് ലൂപ്പിന് ചുറ്റുന്ന പെരിട്യൂബുലാർ കാപ്പിലറീസിന്റെ ഭാഗമില്ലേ, അതിനെ വിളിക്കുന്ന പേരാണ് വാസ റെക്ട എന്ന് വിളിക്കും. എന്താണ്? വാസ റെക്ട. അതായത് എഫറന്റ് ആർട്ടീരിയോളിന്റെ ഭാഗമാണ് പെരിട്യൂബുലാർ കാപ്പിലറീസ്. ആ പെരിട്യൂബുലാർ കാപ്പിലറീസ് താഴേക്ക് ഇറങ്ങിയിട്ട് ഹെൻലീസ് ലൂപ്പിനെ ചുറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പോണത്. ആ ചുറ്റുന്ന, അതായത് ഹെൻലീസ് ലൂപ്പിനെ ചുറ്റുന്ന പെരിട്യൂബുലാർ കാപ്പിലറീസിന്റെ ഭാഗത്തെയാണ് വാസ റെക്ട എന്ന് പറയുന്നത്. എന്തെന്ന് പറയാം? വാസ റെക്ട. അതിനുശേഷം അത് എവിടേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്? പിന്നെ റീനൽ വെയിനിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. ഇതാണ് അപ്പൊ എന്തെന്ന് പറയുന്നത്? നമ്മുടെ നെഫ്രോണിന്റെ സ്ട്രക്ചർ. ഇതാണ് നമ്മുടെ നെഫ്രോൺ. കിഡ്നിയുടെ ഉള്ളിലുള്ള നമ്മുടെ ഫിൽട്രേഷന്, നമ്മുടെ ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യാൻ സഹായിക്കുന്ന ഭാഗമാണ് എന്ത്? നെഫ്രോൺ അല്ലെ? ആ നെഫ്രോണിന്റെ സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കണം. നോക്കി, ഈ പറഞ്ഞ ബൗമാൻസ് ക്യാപ്സ്യൂളും ഗ്ലോമെറുലസിനെയും ഒന്നിച്ച് ഒരു പേര് പറയും. റീനൽ കോർപ്പസൽസ് എന്ന് പറയും. റീനൽ കോർപ്പസൽസ് അല്ലെങ്കിൽ മാൽപീജിയൻ ബോഡി എന്നാ പറയാ കേട്ടാ. റീനൽ കോർപ്പസൽ അല്ലെങ്കിൽ മാൽപീജിയൻ ബോഡി എന്ന് വെച്ചാൽ ആരൊക്കെ പറയണം? നമ്മള് ഈ ബൗമാൻസ് ക്യാപ്സ്യൂളും അതിന്റെ ഉള്ളിലുള്ള ഈ ഗ്ലോമെറുലസിനെയും ഒന്നിച്ച് പറയുന്ന പേരാണ് റീനൽ കോർപ്പസൽസ് അല്ലെങ്കിൽ മാൽപീജിയൻ ബോഡി എന്ന് പറയും. അപ്പൊ നോക്കിയാടാ, സ്ട്രക്ചർ ഓഫ് നെഫ്രോൺ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സാധനം ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്തില്ലേ, അതിന് ഓരോ സെന്റൻസിൽ കൊടുത്തിരിക്കുന്നതാണ് ഈ പറയുന്നത് കേട്ടാ. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ആണ് പഠിക്കേണ്ടത്. ഓരോ ഭാഗത്തിനെ കുറിച്ച് എന്താണ് ആ ഭാഗം എന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൽ കൊടുത്തിട്ടുണ്ട്. വാസ റെക്ട ഒക്കെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. നമ്മുടെ പെരിട്യൂബുലാർ കാപ്പിലറീസ് റൺ പാരലൽ ടു ദ ഹെൻലീസ് ലൂപ്പ്. ഹെൻലീസ് ലൂപ്പിന്റെ പാരലൽ ആയിട്ട് അതിനുള്ളിലൂടെ പോകുന്ന നമ്മുടെ പെരിട്യൂബുലാർ കാപ്പിലറീസിന്റെ ഭാഗത്തേന് എന്തെന്ന് പറയുന്നത്? വാസ റെക്ട എന്ന് പറയുന്നത്. ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്ത ഭാഗം തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഇത് വായിച്ച് പഠിക്കാട്ടോ. ഓരോന്നിന്റെയും ഡെഫിനിഷൻ ആണ്. നോക്കിയേ, പിക്ചർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓരോ ഭാഗങ്ങള് കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചറ് പഠിച്ചു വെക്കണം. ഭാഗങ്ങൾ അടയാളപ്പെടുത്താനൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടെ കുറച്ചും കൂടി നമ്മുടെ ബൗമാൻസ് ക്യാപ്സ്യൂൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ബൗമാൻസ് ക്യാപ്സ്യൂൾ ഉള്ളിലേക്ക് വരുന്ന ആർട്ടീരിയോളിന്റെ പേര് അഫറന്റ്. അത് പിന്നെ എന്ത് ചെയ്യും? ഒരു ടഫ്റ്റ് ഓഫ് ഒരു കൂട്ടം ബ്ലഡ് കാപ്പിലറീസ് ആയിട്ട് മാറും. ഇതാണ് എന്തെന്ന് പറഞ്ഞാല്, ഇതാണ് ഗ്ലോമെറുലസ്. ഗ്ലോമെറുലസ്. അതിനുശേഷം പുറത്തേക്ക് പോകുന്നത് എന്താണ്? എഫറന്റ് ആർട്ടീരിയോൾ. ഓക്കെ, ഇപ്പൊ അടക്കം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് കേട്ടോ. ഞാൻ അടുത്ത നോക്കിയേ, ടൈപ്സ് ഓഫ് നെഫ്രോൺസ്. അതില് ഈ മാൽപീജിയൻ കോർപ്പസൽസ്. മാൽപീജിയൻ കോർപ്പസൽസ് എന്താണ്? നമ്മൾ റീനൽ കോർപ്പസൽസ് അല്ലെങ്കിൽ മാൽപീജിയൻ ബോഡി അല്ലെങ്കിൽ മാൽപീജിയൻ കോർപ്പസൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരൊക്കെ ചേർന്നതായിരുന്നു? മാൽപീജിയൻ കോർപ്പസൽസ് എന്ന് പറഞ്ഞാല് ഏതാണ്? റീനൽ കോർപ്പസൽ അല്ലെങ്കിൽ മാൽപീജിയൻ ബോഡി. മാൽപീജിയൻ കോർപ്പസൽസ് എന്നൊക്കെ പറഞ്ഞാല് ബൗമാൻസ് ക്യാപ്സ്യൂളും ഗ്ലോമെറുലസും കൂടി ചേർന്നതാണ് എന്ത് പറഞ്ഞാല് മാൽപീജിയൻ കോർപ്പസൽസ് അല്ലെങ്കിൽ റീനൽ കോർപ്പസൽസ് എന്ന് പറയുന്നത്. അതും അതേപോലെ PCT, DCT ഒക്കെ എന്താണ്? അതൊക്കെ ഏത് റീജിയൻസിലാണ്? കോർട്ടിക്കൽ റീജിയൻസിലാണ്.
നോക്കിയടാ, നമ്മുടെ ഈ ബൗമാൻസ് ക്യാപ്സ്യൂളും ഈ ഗ്ലോമറുലസിനെയാണ് റീനൽ കോർപ്പസൽ അല്ലെങ്കിൽ മാൽപീജിയൻ കോർപ്പസൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ കോർപ്പസലും അതേപോലെ PCT PCT, DCT, ഈ പറഞ്ഞ ബൗമാൻസ് ക്യാപ്സ്യൂളും അതുപോലെ ഗ്ലോമറുലസ്, ഇതൊക്കെ നമ്മുടെ കിഡ്നിയുടെ കോർട്ടെക്സ് റീജിയനിലാണ്, പുറം ഭാഗത്താണ്. കിഡ്നിക്ക് 2 പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞേ, ഉള്ളിൽ തന്നെ 2 പാർട്ട് ഉണ്ട്. ഏറ്റവും പുറത്തേക്കുള്ള പാർട്ടിനെ കോർട്ടെക്സ് എന്നും ഉള്ളിലേക്കുള്ള ഭാഗത്തിന് നമ്മൾ മെഡുല്ല എന്നും പറയും. അതിൽ കോർട്ടെക്സ് റീജിയനിലുള്ള ഭാഗങ്ങളാണ് ഇത് റീനൽ കോർപ്പസൽ. റീനൽ കോർപ്പസൽ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണെന്ന് അറിയാലോ, ബൗമാൻസ് ക്യാപ്സ്യൂളും അതിന്റെ ഉള്ളിലുള്ള ഇതിനെയാണ് എന്തെന്ന് പറയാ, ഗ്ലോമറുലസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഭാഗം അതേപോലെ PCT, DCT ഒക്കെ ഏത് റീജിയനിലാണ്? കോർട്ടെക്സ് റീജിയനിലാണ്. നമ്മുടെ ഹെൻലീസ് ലൂപ്പ് കേട്ടാ, താഴേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന ഹെൻലീസ് ലൂപ്പും കളക്ടിംഗ് ഡക്റ്റും എവിടെയാണ്? മെഡുല്ലറി റീജിയൻസിലാണ്, മെഡുല്ലയിലാണ് ഉള്ളത്. ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ അത് പഠിച്ചു വെക്കണം. കോർട്ടെക്സ് റീജിയൻസിലുള്ള നമ്മുടെ നെഫ്രോണിന്റെ ഭാഗങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെ പറയാം? റീനൽ കോർപ്പസൽസ്, അതായത് മാൽപീജിയൻ ബോഡി, മാൽപീജിയൻ കോർപ്പസൽസ് വരും. അതുപോലെ PCT, DCT ഒക്കെ എന്താണ്? കോർട്ടെക്സിലും. അതേപോലെ തന്നെ നമ്മുടെ ഹെൻലീസ് ലൂപ്പും കളക്ടിംഗ് ഡക്റ്റും എവിടെയാണ് വരുന്നത്? മെഡുല്ല റീജിയൻസിലുമാണ് വരുന്നത്. അതാണ് ആ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. whereas loop of Henle's dip into the medulla, മെഡുല്ലയുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഹെൻലീസ് ലൂപ്പ് എവിടെയെന്ന് വെച്ചാൽ എവിടെയാണ്? കിഡ്നിയുടെ മെഡുല്ലറി റീജിയനിലാണ് ഹെൻലീസ് ലൂപ്പ് കാണുന്നത്. ഇനി ബേസ്ഡ് ഓൺ ദ ലെങ്ത് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി, ഹെൻലീസ് ലൂപ്പിന്റെ നീളത്തിനനുസരിച്ച് നമ്മുടെ നെഫ്രോണെ 2 ആക്കി തിരിക്കാം. ഹെൻലീസ് ലൂപ്പിന്റെ നീളത്തിനനുസരിച്ച് നെഫ്രോണെ 2 ആക്കി തിരിക്കാൻ പറ്റും. ഒന്ന് കോർട്ടിക്കൽ നെഫ്രോണും ഒന്ന് ജെക്സ്റ്റാ മെഡുല്ലറി നെഫ്രോൺസും. ഏതൊക്കെയാണ്? കോർട്ടിക്കൽ നെഫ്രോൺസും ജെക്സ്റ്റാ മെഡുല്ലറി നെഫ്രോൺസ് എന്ന് പറയും. ഓക്കെ, രണ്ടിന്റെ ഡിഫറൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ പഠിച്ചാൽ മതി. കോർട്ടിക്കൽ നെഫ്രോൺസ് എന്ന് പറയുമ്പോൾ എന്താണ്? ലൂപ്പ് ഓഫ് ഹെൻലീസ് ടു ഷോർട്ട്, അതായത് അതിന്റെ നീളം, ഹെൻലീസ് ലൂപ്പിന്റെ നീളം എന്തായിരിക്കും? ഷോർട്ട് ആയിരിക്കും, നീളം കുറവായിരിക്കും. അതേപോലെ എക്സ്റ്റെൻസ് ഓൺലി വെരി ലിറ്റിൽ ഇൻ ടു മെഡുല്ല, മെഡുല്ലറി റീജിയനിലേക്കാണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ മെഡുല്ലറി റീജിയനിലേക്ക് കുറച്ച് നീളം, അതായത് ഷോർട്ട് അല്ലേ, അപ്പൊ അത്ര വലിയ ഉള്ളിലേക്ക് പോകുമോ? ഇല്ല. പിന്നെ വാസ റെക്ട ആബ്സെന്റ് ആയിരിക്കും, അതായത് കോർട്ടിക്കൽ നെഫ്രോൺസിലെ വാസ റെക്ട പെരിട്യൂബുലാറിന്റെ ഹെൻലീസ് ലൂപ്പിനെ ചുറ്റുന്ന ഭാഗം അല്ലെ, അത് ഉണ്ടാവില്ല. അതേപോലെ ജെക്സ്റ്റാ മെഡുല്ലറി നെഫ്രോൺ നോക്കിയേ, ലൂപ്പ് ഓഫ് ദ ഹെൻലീസ് വെരി ലോങ്, നീളത്തിലുള്ള ലൂപ്പ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. പിന്നെ എക്സ്റ്റെൻസ് ഡീപ്പ് ഇൻ ടു ദ മെഡുല്ല, നീളം ഉള്ളത് കൊണ്ട് തന്നെ മെഡുല്ലയുടെ ഉള്ളിലേക്ക് ഡീപ്പ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. അത് മെയിൻ ആയിട്ട് കാണപ്പെടുന്നത് ഡെസേർട്ട് അനിമൽസിലാണ്. ഡെസേർട്ട് അനിമൽസിലും അതേപോലെ മാസ റെക്ട അവിടെ എന്തായിരിക്കും? പ്രസന്റും ആണ്. അപ്പൊ 2 ടൈപ്പ് നെഫ്രോൺസ് പഠിച്ചു വെക്കുക. നോക്കിയേ, പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടാ. നോക്കിയേ, ഇവിടെ എന്താണ്? ഷോർട്ട് ആണ് കേട്ടോ, മെഡുല്ല. ഇതാണ് മെഡുല്ലറി റീജിയൻ. മെഡുല്ലയുടെ ഉള്ളിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങിയിട്ടില്ല കേട്ടോ. പക്ഷെ ഇവിടെ നോക്കിയേ, ലൂപ്പ് ഭയങ്കര നീളത്തിലാണ്. മനസ്സിലായി? ജെക്സ്റ്റാ മെഡുല്ലറി നെഫ്രോണും അതേപോലെ തന്നെ കോർട്ടിക്കൽ നെഫ്രോൺ, രണ്ടും ജസ്റ്റ് പടം നോക്കി വെക്കുക കേട്ടാ. ഇനി നോക്കിയേ, അടുത്തതാണ് നമ്മുടെ മെക്കാനിസം ഓഫ് യൂറിൻ ഫോർമേഷൻ. ഇനി അടുത്തത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഈ യൂറിൻ ഉണ്ടാകുന്നത് എന്ന് നോക്കണം. അതില് 3 സ്റ്റെപ്പുകളാണ്. നമ്മൾ യൂറിൻ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സിമ്പിൾ ആണെന്ന് വിചാരിക്കുക, അല്ലാടാ, ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ യൂറിൻ ഉണ്ടാവുന്നത്. അതിൽ 3 സ്റ്റെപ്പുകൾ ഉണ്ട്. യൂറിൻ എങ്ങനെയാണ് ഈ പറഞ്ഞ നെഫ്രോൺസ് യൂറിൻ ഉണ്ടാക്കുന്നത്, യൂറിൻ ഉണ്ടാക്കാൻ സഹായിക്കുന്ന 3 സ്റ്റെപ്പുകളാണ്. ഒന്നാമത്തത് ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ, അരിക്കുക. അരിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. അടുത്തത് റീ അബ്സോർപ്ഷൻ, റീ അബ്സോർപ്ഷൻ തിരിച്ചെടുക്കാന്നുണ്ടല്ലേ. ഇനി ട്യൂബുലാർ സെക്രീഷൻ, സെക്രീഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അങ്ങോട്ട് കൊടുക്കുന്നത് സെക്രീഷൻ. ഈ 3 സ്റ്റെപ്പുകൾ ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ് മെക്കാനിസം ഓഫ് യൂറിൻ ഫോർമേഷൻ. 3 സ്റ്റെപ്പുകൾ, യൂറിൻ ഉണ്ടാവുന്ന 3 സ്റ്റെപ്പുകൾ ഏതാന്ന് ചോദിച്ചാൽ ഏതൊക്കെ പറയണം? ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ, റീഅബ്സോർപ്ഷൻ, ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ അല്ലെങ്കിൽ റീഅബ്സോർപ്ഷൻ, ട്യൂബുലാർ സെക്രീഷൻ. അങ്ങനെ 3 സ്റ്റെപ്പുകളിലൂടെയാണ് യൂറിൻ ഫോം ചെയ്യുന്നത്. നോക്കിയേ, ആദ്യത്തെ നോക്കിയേ, നമുക്ക് ആദ്യം ഫിൽട്രേഷൻ, ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ നടക്കണം. അതായത് അരിക്കണം അല്ലെ, ബ്ലഡിനെ അരിച്ചെടുക്കണം. അതല്ലേ ഫിൽട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അരിച്ചെടുക്കുക എന്നാണ് അല്ലെ. ബ്ലഡിലുള്ള വേസ്റ്റുകളെ അല്ലെങ്കിൽ ബ്ലഡിലുള്ള വസ്തുക്കളെ എന്ത് ചെയ്യണം? അരിച്ചെടുക്കണേനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഈ ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ സഹായിക്കുന്നത് 3 ലെയേഴ്സ് ആണ്. ഏതൊക്കെയാണ് ആ 3 ലെയേഴ്സ് നോക്കാം നമുക്ക്. നമ്മള് ബൗമാൻസ് ക്യാപ്സ്യൂൾ വരച്ചില്ലേ, ഇതാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബൗമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് അല്ലെ.
ബൗമാൻസ് ക്യാപ്സ്യൂൾ. ഒരു കപ്പ് ഷേപ്ഡ് ഭാഗം ബൗമാൻസ് ക്യാപ്സ്യൂൾ ഉണ്ട്. അതിന്റെ ഉള്ളിലേക്ക് ആരാണ് വന്നിരിക്കുന്നത്? ഉള്ളിലേക്ക് കിടക്കുന്ന ആർട്ടീരിയോളിന്റെ പേരെന്തായിരുന്നു? അഫറന്റ് അല്ലെ. ഉള്ളിലേക്ക് കിടക്കുന്നത് ഏതാണ്? അഫറന്റ് ആണ്. അഫറന്റിന് വോളിയം കൂടുതലായിരിക്കും കേട്ടോ. അഫറന്റ് ആർട്ടീരിയോളിന് വോളിയം കൂടുതലുള്ള ആർട്ടീരിയോൾ ആണ് ഏത്? അഫറന്റ്. അഫറന്റ് ആർട്ടീരിയോള് ഉള്ളിലേക്ക് കടന്നിട്ട് എന്തായി മാറും എന്ന് പറഞ്ഞു? ചെറിയ ചെറിയ ട്യൂബ്യൂൾസ് ആയിട്ട് മാറും അല്ലെ. അതായത് ബ്ലഡ് വെസൽസിന്റെ ചെറിയ ചെറിയ ട്യൂബ്യൂൾസിന് എന്താ നമ്മ പറയാ? ബ്ലഡ് കാപ്പിലറീസ് എന്ന് പറയും. എന്തെന്ന് പറയും? ബ്ലഡ് കാപ്പിലറീസ് ആയിട്ട് മാറും. ഈ ബ്ലഡ് കാപ്പിലറീസ് പുറത്തേക്ക് പോകുന്ന കുഴലിനെ എന്തെന്ന് വിളിക്കും? ബ്ലഡിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന കുഴലാണ് എഫറന്റ്. എഫറന്റിന് വോളിയം കുറവായിരിക്കും. ശ്രദ്ധിക്കാൻ, ഞാൻ ജസ്റ്റ് വെറുതെ തെറ്റി വരച്ചതല്ല കേട്ടോ. ഓക്കെ, അഫറന്റിന്റെ വോളിയം കൂടുതലും എഫറന്റിന്റെ വോളിയം എന്തായിരിക്കും? കുറവാണ്. അപ്പൊ നോക്കിയാ അതേപോലെ തന്നെ ബ്ലഡ് കാപ്പിലറീസ് എന്ന് പറയുമ്പോൾ നേരത്തെ കുഴലല്ലേ, അപ്പൊ അവിടുത്തെ വോളിയം എന്തായിരിക്കും? കുറവായിരിക്കൂലേ. ഈ വോളിയം കുറവാകുമ്പോ അവിടെ എന്തായിരിക്കും? വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ വോളിയം കുറവാണെന്ന് വിചാരിക്കുക. അപ്പൊ അവിടുത്തെ പ്രഷർ എങ്ങനെയായിരിക്കും? നമ്മള് ബ്രീത്തിങ്ങിൽ പഠിച്ചതാണ്. തൊറാസിക്കിന്റെ വോളിയം, തൊറാസിക് ക്യാവിറ്റി ലങ്സിന്റെ വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രഷറിന്റെ എങ്ങനെയായിരിക്കും? പ്രഷർ കൂടും എന്ന് പറഞ്ഞില്ലേ. വോളിയം കുറവാണ്. അഫറന്റ് നോക്കി ഉള്ളിലേക്ക് കിടന്നപ്പോ എന്തായി? ബ്ലഡ് കാപ്പിലറീസ് ആയിട്ട് മാറി. ചെറിയ ചെറിയ ബ്ലഡ് കാപ്പിലറീസ്. അപ്പൊ അവരുടെ വോളിയം കുറവാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ എന്താണ്? ഹൈ പ്രഷർ വരും. ഈ ഹൈ പ്രഷർ വരുമ്പോൾ എന്ത് സംഭവിക്കും? ബ്ലഡ് കാപ്പിലറീസിൽ നിന്ന് അതായത് കുറെ സാധനങ്ങൾ എന്ത് ചെയ്യും? ഊസ് ഔട്ട് ചെയ്യും, ഫിൽട്ടർ ചെയ്യും. അതായത് ഇപ്പൊ നോക്കിയേ, ഇത് ബ്ലഡ് കാപ്പിലറി എന്നാണ് വിചാരിക്കാം. ബ്ലഡ് കാപ്പിലറി പ്രത്യേകത എന്താണ്? ഒരു നേർത്ത കുഴലല്ലേ, ഒരു ചെറിയ ഒരൊറ്റ ലെയർ വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന ലെയർ ഓഫ് സെൽസ് വെച്ചുണ്ടാക്കിയിരിക്കുന്ന ബ്ലഡ് വെസൽ ആണ് ഇത് ബ്ലഡ് കാപ്പിലറീസ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ഈ പറഞ്ഞ ട്യൂബ്സിൽ എന്തുണ്ടാവും? ചെറിയ ചെറിയ പോസ് ഉണ്ടാവും, ചെറിയ ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാവും. അതുവഴി എന്ത് ചെയ്യും? ഈ പറഞ്ഞ ഫ്ലൂയിഡ്സ്, അതായത് ഇതിലൂടെ ബ്ലഡ് ഒഴുകല്ലേ, ബ്ലഡ് ഇതിൽ കൂടെ ഒഴുകുന്നുണ്ടാവും. അപ്പൊ അതിൽ നിന്ന് പലതരത്തിൽ ചെറിയ 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 കോൺസ്റ്റിറ്റ്യൂൻസ് എന്ത് ചെയ്യും? ഇതിൽ കൂടെ എന്ത് ചെയ്യും? ഊസ് ഔട്ട് ചെയ്തു പോരും. അതായത് ബ്ലഡ് ഇതിലൂടെ ഒഴുകുമ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യും? കുറെ വസ്തുക്കൾ എന്ത് ചെയ്യും? ഊസ് ഔട്ട് ചെയ്ത് പോരും. അതായത് വാട്ടർ, ഗ്ലൂക്കോസ്, മിനറൽസ്, പിന്നെ ചെറിയ ചെറിയ സെൽസ്, ഇതൊക്കെ പ്ലാസ്മ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാസ്മയിലുള്ള, അതായത് പ്ലാസ്മയിലുള്ള എല്ലാ ഘടകങ്ങളും പോരും. മറ്റേ RBC പോയില്ല കേട്ടോ. RBC വലിയ വലിയ പ്രോട്ടീൻസും, RBCയും അതേപോലെ ചില വലിയ പ്രോട്ടീൻസ് എന്ത് ചെയ്യില്ല? ഈ പറഞ്ഞ ഫ്ലൂയിഡിൽ ഉണ്ടാവില്ല. അപ്പൊ ബ്ലഡ് ഒഴുകുമ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യും? കുറെ ഫ്ലൂയിഡ്സ്, കുറെ സാധനങ്ങൾ എന്ത് ചെയ്യും? ഊസ് ഔട്ട് ചെയ്ത് ഊർന്ന് ഇറങ്ങും. ഈ ഇവിടെ അതെ ഊർന്നിറങ്ങി ഇവിടെ കിടക്കും. ഈ ഊർന്നിറങ്ങുന്നതിനെ വിളിക്കുന്ന പേരാണ് GF എന്ന് പറയുന്നത്. എന്താണ് GF എന്ന് പറഞ്ഞാൽ? ഗ്ലോമെറുലാർ ഫിൽട്രേറ്റ്. എന്താണ്? ഗ്ലോമെറുലാർ ഫിൽട്രേറ്റ്. ഫിൽട്രേറ്റ് എന്ന് പറയും. അതായത് അഫറന്റ് ആർട്ടീരിയോൾ വഴി ബ്ലഡ് എത്തും. അതിനുശേഷം ബ്ലഡ് കാപ്പിലറീസിൽ കൂടെ പോകുമ്പോൾ പ്രഷർ എന്ത് ചെയ്യും? കൂടും അല്ലെ. അവിടുത്തെ ബ്ലഡ് വെസൽസിന്റെ വോളിയം എന്താണ്? കുറവാണ്. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ കൂടുതൽ, ഇവിടെ കുറവ്. അങ്ങനെ ആകുമ്പോൾ പ്രഷർ അങ്ങോട്ട് കൂടും. പ്രഷർ കൂടുമ്പോൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ബ്ലഡ് വെസൽസിന്റെ പോസ് വഴി, ചെറിയ ചെറിയ ഹോൾസ് വഴി എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാസ്മയിലുള്ള കോൺസ്റ്റിറ്റ്യൂൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഊർന്നിറങ്ങും, ഊസ് ഔട്ട് ചെയ്യും. പക്ഷെ RBCയും വലിയ പ്രോട്ടീൻസ് ഒന്നും ഉണ്ടാവില്ല. ബാക്കിയുള്ള വാട്ടർ, ഗ്ലൂക്കോസ്, ന്യൂട്രിയൻസ്, അങ്ങനെ ഒരുപാട് വേസ്റ്റുകൾ, നൈട്രോജനിയസ് വേസ്റ്റ്, ഇതൊക്കെ എന്ത് ചെയ്യും? ഊർന്ന് ഈ പറഞ്ഞ ബൗമാൻസ് ക്യാപ്സ്യൂളിലേക്ക് എത്തും. എത്തുന്ന ഫിൽട്രേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? GF എന്ന് പറയും. ഗ്ലോമെറുലാർ ഫിൽട്രേറ്റ് എന്ന് പറയും. എന്തെന്ന് പറയും? ഗ്ലോമെറുലാർ ഫിൽട്രേറ്റ്. അതിനുശേഷം ഇതെവിടെ അവിടെ കിടന്നാൽ മതിയാ? ഇല്ല, ഈ റീനൽ ബൗമാൻസിലെ റീനൽ ട്യൂബിലേക്ക് കിടക്കണം. അപ്പൊ അവിടെ എന്തുണ്ട്? അവിടെ ചെറിയ ചെറിയ പോയല്ല ഒരു മിനിറ്റ്. ഇതാണ് നമ്മുടെ ബൗമാൻസ് ക്യാപ്സ്യൂള്. ഈ ബൗമാൻസ് ക്യാപ്സ്യൂളിന്റെ അവിടെ എന്തുണ്ട്? പോറസ് ഉള്ള സെൽസ് ഉണ്ടാവും. പോറസ് ഉള്ള സെൽസ്. പോറസ് ഉള്ള സെൽസിനെ വിളിക്കുന്ന പേരാണ് പോഡോസൈറ്റ്സ് എന്ന് വിളിക്കും. പോഡോസൈറ്റ്സ്. ഈ പോഡോസൈറ്റ്സ് എന്ന് പറയുമ്പോൾ പോറസ് ഉള്ള സെൽസ്, അതായത് ചെറിയ ചെറിയ ദ്വാരങ്ങളുള്ള സെൽസ്, അതുവഴി എന്ത് ചെയ്യും? ഈ ഫിൽട്രേറ്റ് റീനൽ ട്യൂബ്യൂളിന്റെ ഉള്ളിലേക്ക് കിടക്കും. കേട്ടാ, ഈ ഫിൽട്രേറ്റ്, ഈ പോറസ് വഴി, പോഡോസൈറ്റ്സ് വഴി എന്ത് ചെയ്യും? റീനൽ ട്യൂബുകളുടെ ഉള്ളിലേക്ക് ഈ പറഞ്ഞ ഗ്ലോമെറുലാർ ഫിൽട്രേറ്റ് കിടക്കും.
ഓക്കെ, അതാണ് ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടാ. നോക്കിയേ, നമുക്ക് 3 ലെയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. 3 ലെയേഴ്സിൽ ഒന്നാമത്തെ എന്താണ്? എൻഡോതീലിയം ഓഫ് ഗ്ലോമെറുലാർ ബ്ലഡ് വെസൽസ്. എൻഡോതീലിയം ഓഫ് ഗ്ലോമെറുലാർ ബ്ലഡ് വെസൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഗ്ലോമെറുലർ ബ്ലഡ് വെസൽസ് ഇല്ലേ, അതിന്റെ മെംബ്രെയിന് ഭിത്തിയെയാണ് എന്തെന്ന് വിളിക്കുന്നത്? എൻഡോതീലിയം എന്ന് വിളിക്കുന്നത്. അടുത്ത നോക്കിയേ, എപ്പിത്തീലിയം ഓഫ് ബൗമാൻസ് ക്യാപ്സ്യൂൾ. എപ്പിത്തീലിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബൗമാൻസ് ക്യാപ്സ്യൂളിന്റെ ഈ ലെയർ, ഈ മെംബ്രെയിൻ എന്ന് പറയുന്നത് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. ഇതാണ് എപ്പിത്തീലിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്? പോറോസൈറ്റ്സ് പറഞ്ഞില്ലേ ടീച്ചറ്? ചെറിയ ചെറിയ പോറസ് പോലെയുള്ള സെൽസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? ആ വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഇതിന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മൈന്യൂട്ട് പോറായിട്ടുള്ള സെൽസ്, പോൾസ് അല്ലെങ്കിൽ ഫിൽട്രേഷൻ സ്ലിറ്റ്സ് എന്നൊക്കെ പറയും. ആ വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഫിൽട്രേറ്റ് എന്ത് ചെയ്യുന്ന ഉള്ളിലേക്ക്, റീനൽ ട്യൂബിളിന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നത്? കടക്കുന്നത്. അടുത്തത് ബേസ്മെന്റ് മെംബ്രെയിൻ ബിറ്റ്വീൻ ദീസ് 2 ലെയേഴ്സ്. അതായത് ഈ പറഞ്ഞ ഗ്ലോമെറുലസിന്റെ എൻഡോതീലിയവും ബൗമാൻസ് ക്യാപ്സ്യൂളിന്റെ എപ്പിത്തീലിയത്തിന്റെയും ഇടയിലുള്ള വസ്തുവിനെയാണ് എന്തെന്ന് പറയുന്നത്? ബേസ്മെന്റ് മെംബ്രെയിൻ. അങ്ങനെ 3 ലെയേഴ്സ് എന്തിനു സഹായിക്കുന്നുണ്ട്? അൾട്രാ ഫിൽട്രേഷന് സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടാ. 3 ലെയേഴ്സ്. അടുത്ത് നോക്കിയേ, അടുത്തത് ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അല്ലെ. നേരത്തെ പറഞ്ഞത് എല്ലാ ബ്ലഡ് പ്ലാസ്മ, അതായത് ബ്ലഡ് പ്ലാസ്മയിലെ എല്ലാ കമ്പോണൻസും എക്സെപ്റ്റ് പ്രോട്ടീൻസ് RBC ട്ടാ. ബ്ലഡ് പ്ലാസ്മ എക്സെപ്റ്റ് ദ പ്രോട്ടീൻസ് RBC ഉണ്ട് ട്ടോ. RBCയും എക്സെപ്റ്റ് പ്രോട്ടീൻസും എന്ത് ചെയ്യുന്നുണ്ട്? ബൗമാൻസ് ക്യാപ്സ്യൂളിലേക്ക് എന്ത് ചെയ്യും? ഊർന്ന് ഇറങ്ങുന്നുണ്ട്. About 1100 to 1200 milliliter blood is filtered by kidneys per minute. മിനിറ്റില് എത്ര ബ്ലഡ് ഫിൽട്ടർ ചെയ്യുന്നുണ്ട്? എത്ര അളവ് ബ്ലഡിന് ഫിൽട്ടർ ചെയ്യുന്ന വെച്ചാൽ 1100 to 1200 മില്ലിലിറ്റർ രക്തത്തെയാണ് എന്ത് ചെയ്യുന്നത്? അതായത് പെർ മിനിറ്റ്, ഒരു മിനിറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഫിൽട്ടർ ചെയ്യുന്നത്. നോക്കിയേ, അവിടെ ഉണ്ടാവുന്ന ഫിൽട്രേറ്റ്, ആ ഊർന്നിറങ്ങുന്ന വസ്തുവിനെയാണ്, ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? GF എന്ന് പറയുന്നത് അല്ലെ, ഗ്ലോമെറുലാർ ഫിൽട്രേറ്റ്. അതെത്രയാണ്? അതിനെയാണ് നമ്മള് എമൗണ്ട്, അതായത് ഒരു മിനിറ്റിൽ എത്രത്തോളം ഈ പറഞ്ഞ ഫിൽട്രേറ്റ് ഉണ്ടാകുന്നു അതിനെ വിളിക്കുന്ന പേര് ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയും. GFR. ഉണ്ടാകുന്ന ഫ്ലൂയിഡ് GF, ഗ്ലോമെറുലാർ ഫിൽട്രേറ്റ്. അത് ഒരു മിനിറ്റിൽ എത്രത്തോളം ഉണ്ടാകുന്നു ആ എമൗണ്ടിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? GFR എന്ന് വിളിക്കും. ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയും. അത് എത്രയാണെന്ന് നോക്കിയേ, അതായത് മിനിറ്റിൽ പെർ മിനിറ്റിൽ അത് എത്രയുണ്ടാവും? 125 മില്ലിലിറ്റർ ആണ് എന്ത് ചെയ്യുന്നത്? പെർ മിനിറ്റിൽ വരുന്നത്. ഇനി ഒരു ദിവസത്തിൽ ചോദിച്ചാൽ എത്ര പറയണം? 180 ലിറ്റർ. നോക്കി വെച്ചോളൂ ട്ടാ. GFRന്റെ റേറ്റ് ട്ടാ. അതായത് മിനിറ്റിൽ എത്രത്തോളം ഗ്ലോമെറുലാർ ഫിൽട്രേറ്റ് ഉണ്ടാവും എന്ന് ചോദിച്ചാൽ റേറ്റ് എത്രയെന്ന് വെച്ചാൽ 125 മില്ലിലിറ്ററും, ഒരു ദിവസം ചോദിച്ചാൽ 180 ലിറ്ററുമാണ്. When blood flows under high pressure through the glomerular filtrate, നമ്മുടെ ടീച്ചർ നേരത്തെ പറഞ്ഞത് തന്നെ. അതായത് ഈ പറഞ്ഞ ഗ്ലോമെറുലാർ കാപ്പിലറീസ് ബ്ലഡ് വെസൽസ് ഈ കൂടെ രക്തം ഹൈ പ്രഷറിൽ ഒഴുകുമ്പോ എന്ത് സംഭവിക്കും? പ്ലാസ്മയിലത്തെ പകുതി കമ്പോണൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഊർന്നിറങ്ങൂലേ, പോറോസൈറ്റ്സ്. അവിടുത്തെ ബ്ലഡ് വെസൽസിലത്തെ ഹോസ് വഴി എന്ത് ചെയ്യും? ഊർന്നിറങ്ങും. ആ ഊർന്നിറങ്ങുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? GF എന്ന് പറയുന്നത്, ഗ്ലോമെറുലാർ ഫിൽട്ടർ. അതിൽ വാട്ടർ ഉണ്ടാവും, ന്യൂട്രിയൻസ് ഉണ്ടാവും, ഗ്ലൂക്കോസ് ഉണ്ടാവും, വേസ്റ്റുകൾ, നൈട്രജൻസ് വേസ്റ്റ് ഉണ്ടാവും, അങ്ങനെ കുറെ വസ്തുക്കൾ അതിലുണ്ടാവും. ഇവിടൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് പ്രോട്ടീൻസും ബ്ലഡ് സെൽസും ഒക്കെ. ബാക്കിയുള്ളത് അത് അക്സെപ്റ്റ് ചെയ്ത് ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇറങ്ങി പോരുന്നുണ്ട് കേട്ടാ. അപ്പൊ അതിനെയാണ്, അതുകൊണ്ട് തന്നെ അതിനെ എന്ത് വിളിക്കാം? അൾട്രാ ഫിൽട്രേഷൻ എന്ന് വിളിക്കാം. എന്താണ്? അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയാം. ഇനി അടുത്താണ് പറയാൻ പോണത് ജെക്സ്റ്റാ ഗ്ലോമെറുലാർ അപ്പാരറ്റസിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഈ ജെക്സ്റ്റാ ഗ്ലോമെറുലാർ അപ്പാരറ്റസ്? നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷനെ, ഫിൽട്രേഷനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു മെക്കാനിസം, ഒരു പാർട്ടാണ് എന്ന് പറഞ്ഞാല് JGA. ഇമ്പോർട്ടന്റ് കേട്ടാ, JGA, ജെക്സ്റ്റാ ഗ്ലോമെറുലാർ അപ്പാരറ്റസ്. ഈ അപ്പാരറ്റസ് അല്ലെങ്കിൽ ഈ ഒരു മെക്കാനിസം നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷനെ അല്ലെങ്കിൽ ഗ്ലോമെറുലാർ ഫിൽട്ടറിന്റെ റേറ്റിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. ഈ JGA അപ്പാരറ്റസ് എന്ന് പറഞ്ഞിട്ടാണ് അത് കാണപ്പെടുന്നത് എവിടെയാണ്? ഫൗണ്ട് ഇൻ ദ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂള്. അതായത് ഇപ്പൊ നോക്കിയേ, ഇതാണ് നമ്മുടെ ബൗമാൻസ് ക്യാപ്സ്യൂള്. ഇത് നമ്മുടെ PCT, ഹെൻലീസ് ലൂപ്പ്. ഇത് DCT. ഇത് അഫറന്റ്. അതായത് ഈ DCTയും നോക്കിക്കോട്ടെ, ഈ DCTയും ഈ അഫറന്റും തമ്മിൽ ഒരു പൊസിഷനിൽ വരുമ്പോൾ ഒരു കോണ്ടാക്ട് വരും. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇത് എങ്ങനെയാണ് വരണം എന്ന് ചോദിക്കും. പക്ഷെ നമ്മൾ ഇത് നിവർത്തി വെച്ച് വരച്ചത് പോലെയാണ്. പക്ഷെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ നിവർത്തിയിരിക്കോ? അല്ല, ഒക്കെ മിക്സ്ഡ് ആണ് അല്ലെ, എല്ലാം കൂടെ കലർന്ന് വിരിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പൊസിഷനിൽ ഈ DCTയും അതേപോലെ തന്നെ നമ്മുടെ ഈ അഫറന്റും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കണക്ഷനിൽ വരുന്നുണ്ട്, ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്.
ഈ DCT അത് DCT എന്ന് വിചാരിക്കുക. ഈ DCTയും അഫറന്റും തമ്മിൽ കണക്റ്റിൽ വരുന്ന ആ ഭാഗം അവിടെ എന്തുണ്ട്? ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെല്ലുകളെ കാണാൻ പറ്റും. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെല്ലുകൾ ഉണ്ട്. അതിനെയാണ് JG സെൽസ് എന്ന് വിളിക്കുന്നത്. ഏതാണ്? JG സെൽസ്. അതായത് നമ്മുടെ അഫറന്റ് ആർട്ടീരിയോളും DCTയിലും തമ്മിൽ കണക്റ്റിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു രണ്ടുപേരും തമ്മിൽ കോണ്ടാക്റ്റിൽ വരുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ജക്സ്റ്റാ ഗ്ലോമെറുലാർ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. അവിടെയുള്ള സ്പെഷ്യലൈസ്ഡ് സെൽസിനെ വിളിക്കുന്ന പേരാണ് JG സെൽസ്. ഗ്ലോമെറുലാർ ജക്സ്റ്റാ ഗ്ലോമെറുലാർ സെൽസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പിന്നീട് ഇനി കുറച്ച് കഴിയുമ്പോൾ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ പഠിക്കും. അപ്പൊ ആദ്യം അറിഞ്ഞിരിക്കുക, നമ്മുടെ കിഡ്നിയുടെ ഈ പറഞ്ഞ ഫിൽട്രേഷനും അതുപോലെ കിഡ്നിയുടെ ഫങ്ഷൻസിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഒരു മെക്കാനിസം ഉണ്ട്. ആ മെക്കാനിസത്തിനാണ് നമ്മൾ JGA എന്ന് പറയുന്നത്, ജക്സ്റ്റാ ഗ്ലോമെറുലാർ അപ്പാരറ്റസ് എന്ന് പറയും. അത് കാണപ്പെടുന്ന ഭാഗം ഏതാന്ന് ചോദിച്ചാല് അഫറന്റ് ആർട്ടീരിയോളും DCTയും തമ്മിൽ കോണ്ടാക്റ്റിൽ വരുന്ന ഭാഗം അതാണ് JGA എന്ന് പറയുന്നത്, അപ്പാരറ്റസ് എന്ന് പറയുന്നത്. അവിടെ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെല്ലുണ്ട്. ആ സെല്ലിന്റെ പേരാണ് JG സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അതെ, GFR ഈ പറഞ്ഞ JG സെൽസിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് റെനിനെ റിലീസ് ചെയ്യും. അതെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബ്ലഡ് ഫ്ലോനെ റെഗുലേറ്റ് ചെയ്ത് GFRനെ നോർമൽ പൊസിഷനിലേക്ക് എത്തിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് നമുക്ക് റെഗുലേഷനിൽ വരുമ്പോൾ എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കാം. ഇപ്പൊ നിങ്ങൾ എന്തറിഞ്ഞിരിക്കണം? JGA എന്താന്ന് അറിഞ്ഞിരിക്കുക, JG സെൽസ് എന്താന്ന് പറഞ്ഞിരിക്കുക. അത് കിട്ടുമല്ലോ? അതൊക്കെ അല്ലേ? ഓക്കെ, അടുത്തയിലേക്ക് പോകാം. പിക്ചർ കാണിച്ചിരിക്കുന്നുണ്ടാ. ഇതാണ് നമ്മുടെ അഫറന്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഡിസ്റ്റൽ ട്യൂബിലാണ്. ഓക്കെ, അവിടെ വരുന്ന ഈ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജക്സ്റ്റാ ഗ്ലോമെറുലാർ സെൽസ് എന്ന് പറയുന്നത്. ഇതാണ് അപ്പാരറ്റസ് കേട്ടാ, JGA അപ്പാരറ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നോക്കിയടാ, അടുത്തതാണ് റീഅബ്സോർപ്ഷൻ. നമ്മൾ പറഞ്ഞു 3 ഇവന്റ്സ് ഉണ്ട്, 3 സ്റ്റെപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? യൂറിൻ ഉണ്ടാവണം. ഒന്നെന്താണ്? ഫിൽട്രേഷൻ. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയാണ് ഫിൽട്രേഷൻ നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത് എന്ത് ചെയ്യണം? റീഅബ്സോർപ്ഷൻ ചെയ്യണം. അതായത് നമ്മൾ ഒരു ദിവസം എന്ന് പറയുമ്പോൾ മിനിറ്റിൽ 125 മില്ലി ലിറ്റർ ആണ് എന്തുണ്ടാവുന്നത്? ഫിൽട്രേറ്റ് ഉണ്ടാവുന്നത്. ഒരു ദിവസം 180 ലിറ്റർ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന യൂറിന്റെ അളവ് ചോദിച്ചാൽ എത്രയാണ്? 1.5 ലിറ്ററേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. കണക്ക് വല്ല ശരിയാവണ്ട? കണക്ക് ശരിയാവണില്ലല്ലോ അല്ലെ? മിനിറ്റിൽ 125 മില്ലി ലിറ്റർ ഉണ്ടാവുന്നുണ്ട്. ഒരു ദിവസം ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിൽ എത്ര ഫിൽട്രേറ്റ് ഉണ്ടാവണം? യൂറിൻ ഉണ്ടാവുന്നല്ലായിട്ട് ചോദിക്കണത്. ഫിൽട്രേറ്റ്, അതായത് ആ പറഞ്ഞ ബ്ലഡ് കാപ്പിലറീസിൽ നിന്ന് ഉണ്ടാവുന്ന ഗ്ലോമെറുലാർ ഫിൽട്രേറ്റ്, അതിന്റെ അളവാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. 180 ലിറ്റർ ഒരു ദിവസം. പക്ഷെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന യൂറിന്റെ അളവ് ഒരു ദിവസം പുറത്തേക്ക് പോകണ എത്രയാണ്? ആകെ 1.5 ലിറ്റർ മാത്രം ഉണ്ടുള്ളൂ. അപ്പൊ ബാക്കിയുള്ളത് എവിടെ പോയി? ആവിയായി പോവുക. ബാക്കിയുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ചെന്ത് ചെയ്യുന്നു? നമ്മുടെ ബ്ലഡിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്. അതിനവിടെ ആരുണ്ട്? നമ്മുടെ എഫറന്റ് ആർട്ടീരിയോൾസ് എന്തായിട്ട് പോകുന്നു പറഞ്ഞേ? പെരിട്യൂബുലാർ കാപ്പിലറീസ് ആയിട്ട് വാസാറക്റ്റ് ആയിട്ടൊക്കെ പോകുന്നു പറഞ്ഞേ. അപ്പൊ എന്ത് സംഭവിക്കും? പറഞ്ഞ റീനൽ ട്യൂബിലൂടെ ഫിൽട്രേറ്റ് ഒഴുകുമ്പോ അതിൽ നിന്ന് പല സാധനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ച് ഈ പറഞ്ഞ ബ്ലഡ് വെസൽസിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്. മനസ്സിലാവണ്ട? എല്ലാം നമ്മൾ പുറത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ എല്ലാ സാധനവും ഉണ്ട്. ഇപ്പൊ ഫിൽട്രേറ്റ് ഇല്ലേ? ആവശ്യമുള്ളതൊക്കെ ഉണ്ട്. ഗ്ലൂക്കോസ് ഉണ്ട്, ന്യൂട്രിയൻസ് ഉണ്ട്, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ അത് മൊത്തം നമുക്ക് യൂറിനായിട്ട് പുറത്തേക്ക് കളയാൻ പറ്റുമോ? ഇല്ല. വെള്ളവും കൂടുതലുണ്ട്. അപ്പൊ അതൊക്കെ പുറത്തേക്ക് കളയാൻ പറ്റൂല. അപ്പൊ എന്ത് ചെയ്യണം? ഈ 180 ലിറ്റർ ഒരു ദിവസം വരുന്ന ഫിൽട്രേറ്റ് ആണ് എന്തെന്ന് പറഞ്ഞാൽ 180 ലിറ്റർ. ആ 180 ലിറ്ററിൽ നിന്ന് പകുതിയോളം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ച് നമ്മുടെ ബ്ലഡ് വെസൽസിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ചെടുക്കുന്നുണ്ട്. ആകെ എന്നിട്ട് എത്രയും നമുക്ക് കളയണുള്ളൂ യൂറിനായിട്ട്? 1.5 ലിറ്റർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? പുറത്തേക്ക് കളയുന്നുള്ളൂ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടാ. അപ്പൊ 180 ലിറ്റർ ആണ് എന്ത് ഗ്ലോമെറുലാർ ഫിൽട്രേറ്റ് ദിവസവും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ 99% എന്ത് ചെയ്യുന്നത്? തിരിച്ച് റീനൽ ട്യൂബ്യൂൾസിലേക്ക് എന്ത് റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്. പിന്നെ നോർമൽ വോളിയം എത്രയെന്ന് വെച്ചാൽ യൂറിന്റെ 1.5 ആണ് നമുക്ക് കളയുന്നുള്ളൂ കേട്ടാ. ഇനി ഫ്രം ദ ഫിൽട്രേറ്റ് എന്തൊക്കെയാണ് എടുക്കുന്നത് നോക്കിയേ? ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, സോഡിയം, ഇതൊക്കെ റീഅബ്സോർബ് ചെയ്യുന്നത് ആക്റ്റീവ്ലി ആണ്. അതായത് നമ്മുടെ ഈ പറഞ്ഞ ഫിൽട്രേറ്റിന് എന്തൊക്കെ അബ്സോർബ് ചെയ്യുന്നുണ്ട്? ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, സോഡിയം എക്സെട്ര പോലെയുള്ള വസ്തുക്കളെ ആക്റ്റീവ് ആയിട്ടാണ് എന്ത് ചെയ്യണം? റീഅബ്സോർബ്. എന്താണ് ആക്റ്റീവ് റീഅബ്സോർബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ആക്റ്റീവ് റീഅബ്സോർബ് എന്ന് പറഞ്ഞാൽ എനർജി ഉപയോഗിച്ചിട്ടാണ് റീഅബ്സോർബ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്റ്റീവ് റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഞാൻ അടുത്ത് നോക്കിയേ, നൈട്രോജീനിയസ് വേസ്റ്റും ഒക്കെ എന്ത് ചെയ്യണേ? അബ്സോർബ് പാസീവ്ലി. കുറച്ച് നൈട്രോജീനിയസ് വേസ്റ്റിനെ തിരിച്ച് അബ്സോർബ് ചെയ്യുന്നുണ്ട് ബ്ലഡിലേക്ക്. അപ്പൊ ഈ നൈട്രോജീനിയസ് വേസ്റ്റും എങ്ങനെയാണ് അബ്സോർബ് ചെയ്യണത്? പാസീവ്ലി. എന്താണ് പാസീവ്ലി? അവിടെ എന്ത് വേണ്ട? എനർജി വേണ്ട. ഇപ്പൊ മനസ്സിലായി? അപ്പൊ ആക്റ്റീവ് അബ്സോർപ്ഷൻ ഉണ്ട്,
റീഅബ്സോർപ്ഷൻ ഉണ്ട്, പാസീവ് റീഅബ്സോർപ്ഷൻ ഉണ്ട്. ആക്റ്റീവ് റീഅബ്സോർപ്ഷൻ നടത്തുന്നത് എന്തിന്റെയൊക്കെയാണ്? ഗ്ലൂക്കോസിന്റെയും അമിനോ ആസിഡ്സിന്റെയും സോഡിയം പോലെയുള്ള വസ്തുക്കളുടെ ഒക്കെ എന്താണ് ആക്റ്റീവ് റീഅബ്സോർപ്ഷൻ, അതായത് എനർജി ഉപയോഗിച്ചിട്ടാണ് അവയെ തിരിച്ചെടുക്കുന്നത്. പക്ഷെ നൈട്രോജൻ വേസ്റ്റ് ഒക്കെ എങ്ങനെയാണ്? പാസീവ്ലി. അവിടെ എന്ത് വേണ്ട? നമുക്ക് എനർജി ഉപയോഗിക്കേണ്ട, അല്ലാതെ തന്നെ എന്ത് ചെയ്യും? അത് റീഅബ്സോർബ് ചെയ്യാം. ഓക്കെ, പാസീവ് റീഅബ്സോർപ്ഷൻ അതുപോലെ വെള്ളത്തിനെയും എന്ത് ചെയ്യുന്നുണ്ട്? പാസീവ് ആണ്, അവിടെ എനർജി ഉപയോഗിക്കേണ്ട. പാസീവ് റീഅബ്സോർപ്ഷൻ ഇനീഷ്യൽ സെഗ്മെന്റ്സ് ഓഫ് ദ നെഫ്രോണിന്റെ ആദ്യത്തെ പാർട്ടിയിലൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളത്തിന് ഇങ്ങനെ കൂടുതൽ തിരിച്ചെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ PCT ഫോം എന്തായിരുന്നു? പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബുള് റീഅബ്സോർബ് മോസ്റ്റ് ഓഫ് ദ ന്യൂട്രിയൻസ് ആൻഡ് 70 to 80% ഓഫ് ഇലക്ട്രോലൈറ്റ്സ് ആൻഡ് വാട്ടർ. നമ്മുടെ PCT പകുതിയും എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂട്രിയൻസിനെയും അതേപോലെ തന്നെ ഇലക്ട്രോലൈറ്റ്സിനെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ചെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഉണ്ടാവണ ഫിൽട്രേറ്റ് ചെയ്യുന്ന പകുതിയും എന്ത് ചെയ്യുക? ബ്ലഡിലേക്ക് തിരിച്ചെടുക്കുന്നതിനാണ് റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത നോക്കിയ ട്യൂബുലാർ സെക്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്യൂറിംഗ് യൂറിൻ ഫോർമേഷൻ ദ ട്യൂബുലാർ സെൽ സെക്രീറ്റ് സബ്സ്റ്റൻസസ് ലൈക്ക് ഹൈഡ്രജൻ അയോൺസ്, പൊട്ടാസ്യം ആൻഡ് അമോണിയ ഇൻ ടു ദ ഫിൽട്രേറ്റ്. അതായത് സെക്രീഷൻ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് കൊടുക്കണത് അല്ലെ, മറ്റേ റീഅബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ തിരിച്ചെടുക്കുന്നത്, സെക്രീഷൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കുന്നത്. ആ ഫിൽട്രേറ്റിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ് സെക്രീറ്റ് ചെയ്ത് കൊടുക്കുന്നത്? ഹൈഡ്രജൻ അയോൺസ്, പൊട്ടാസ്യം അയോൺസ്, അതേപോലെ അമോണിയ, അതിനൊക്കെ എന്തെങ്കിലും ഫിൽട്രേറ്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നോക്കിയേ, ട്യൂബുലാർ സെക്രീഷൻ ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ്. ഇതൊന്ന് നോക്കി വെക്കണം, ഇത് പഠിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ട്യൂബുലാർ സെക്രീഷൻ സഹായിക്കുന്നത്? റോൾ എന്താണ്? ഹെൽപ്പ് എന്ത് ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഹെൽപ്സ് ദ മെയിൻറ്റെയിൻസ് ഓഫ് അയോണിക് ആൻഡ് ആസിഡ് ബാലൻസ് ഓഫ് ബോഡി ഫ്ലൂയിഡ്സ്. നമ്മുടെ ശരീരത്തിലെ ബോഡി ഫ്ലൂയിഡ്സിന്റെ അയോണിക്കും അതുപോലെ ആസിഡ് ബേസ് ബാലൻസും കൺട്രോൾ ചെയ്യാൻ ആർക്ക് റോൾ ഉണ്ട്? നമ്മുടെ ട്യൂബുലാർ സെക്രീഷന് റോൾ ഉണ്ട്. അപ്പൊ ആ പോയിന്റ് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. എന്തിനു സഹായിക്കുന്നു എന്ന് ചോദിച്ചാൽ എഴുതണം. ഓക്കെ, അടുത്ത നോക്കിയേ, ഫങ്ഷൻസ് ഓഫ് ദ ട്യൂബിൾ. യൂറിൻ ഫോർമേഷനില് നമ്മുടെ ട്യൂബ്യൂൾസിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, അബൌട്ട് 70, അത് ആദ്യത്തെ ട്യൂബിളിന്റെ പേരെന്താ? ആദ്യത്തെ ഭാഗമാണ് എന്ത്? പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ, നമ്മുടെ PCT എന്ന് പറയുന്നത് കേട്ടോ. നോക്കിയേ, അബൌട്ട് 70% ഓഫ് ദ വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ് ഈസ് റീഅബ്സോർബ്ഡ്. അതായത് PCT വെച്ചിട്ട് 70% വെള്ളവും ഇലക്ട്രോലൈറ്റ്സും, അതായത് നമ്മുടെ സോഡിയം ക്ലോറൈഡ് പോലെയുള്ള വസ്തുക്കൾ, സാൾട്ട് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അബ്സോർബ് ചെയ്യുന്നുണ്ട് PCTക്ക് കേട്ടാ. നോക്കിയേ, ലൈൻഡ് ബൈ സിമ്പിൾ ക്യൂബോയിഡൽ ബ്രഷ് ബോർഡർ എപ്പിത്തീലിയം. ആ പിക്ചറിലുണ്ട്, നോക്കട്ടെ കേട്ടോ ടീച്ചർ. അതായത് അവിടുത്തെ സെല്ലിന്റെ ബ്രഷ് ബോർഡർ എപ്പിത്തീലിയം കണ്ട, എപ്പിത്തീലിയം കണ്ട, ഇങ്ങനെ ഈ ഒരു സ്ട്രക്ചർ, ഈ സെല്ലിന്റെ സ്ട്രക്ചറിനെയാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കേട്ടാ. PCTയിൽ ഉള്ള സെൽസിന്റെ പേരാണ് എന്തെന്ന് പറഞ്ഞാല് ബ്രഷ് ലൈക്ക് ക്യൂബോയിഡൽ ബ്രഷ് ബോർഡർ എപ്പിത്തീലിയം എന്ന് പറയുന്ന അവിടുത്തെ ടൈപ്പ് സെല്ലിന്റെ പേരാണ്. സെലക്ടീവ് സെക്രീഷൻ ഓഫ് ഹൈഡ്രജൻ അയൺസ്, അമോണിയ ആൻഡ് പൊട്ടാസ്യം അയോൺസ് ടു ഫിൽട്രേറ്റ് ആൻഡ് ബൈ അബ്സോർപ്ഷൻ ഓഫ് ബൈകാർബണേറ്റ്. അത് ബൈകാർബണേറ്റ് ഫ്രം ഇറ്റ്. അപ്പൊ എന്തൊക്കെ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് PCTയില്? നോക്കിയേ, എന്തൊക്കെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്? ഹൈഡ്രജൻ അയോൺസ്. നേരത്തെ പറഞ്ഞില്ല നമ്മള് സെക്രീഷനിലെ ഭാഗത്തില് ഹൈഡ്രജൻ അയോൺസും അമോണിയയും പൊട്ടാസ്യം അയോൺസ് ഒക്കെ എന്ത് ചെയ്യുന്നു? ഫിൽട്രേറ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. അതേപോലെ ബൈകാർബണേറ്റ്സിനൊക്കെ എന്ത് ചെയ്യും? ഫിൽട്രേറ്റിൽ തിരിച്ചെടുക്കുന്നുണ്ട്. ഏത്? PCTയുടെ ഭാഗം കേട്ടോ. അടുത്തത് PCT എന്തിനു സഹായിക്കുന്നുണ്ട്? അയോണിക് ബാലൻസ് റെഗുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതാണ് PCTയുടെ റോൾ ചോദിച്ചാൽ പറയേണ്ടത്. ഇനി അടുത്ത നോക്കിയാടാ, അടുത്താണ് നമ്മുടെ ഡിസെൻഡിങ് ലിംബ്. ഹെൻലീസ് ലൂപ്പിന് 2 ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ? ഒന്ന് ഡിസെൻഡിങ് ലിംബും ഒന്ന് എന്താണ്? അസെൻഡിങ് ലിംബും ആണ്. ഇത് ടീച്ചർ വരച്ച് കാണിച്ചു തരാം കേട്ടാ. നോക്കിയാടാ, ഞാൻ ജസ്റ്റ് 2 ഭാഗങ്ങൾ വരയ്ക്കണുള്ളൂ. ഇത് നമ്മുടെ ഹെൻലീസ് ലൂപ്പ് കേട്ടാ. ഇത് ഹെൻലീസ് ലൂപ്പ് ആണെന്ന് വിചാരിക്കുക. ഹെൻലീസ് ലൂപ്പ്, ഇത് ഹെൻലീസ് ലൂപ്പ്. അതിന് പാരലായിട്ട് ഒഴുകുന്നതാണ് ആര്? പാരലായിട്ട് ഉണ്ടാവുന്നതാണ് ഏത്? നമ്മുടെ വാസ റെക്റ്റ. വാസ റെക്റ്റ ട്ടാ. ഇത് വാസ റെക്റ്റ. ഒരെണ്ണമായിട്ടും എല്ലാം പോകുന്നില്ല. എവിടെയായിരുന്നത്? ഇങ്ങനെ
നോക്കിയേ ഈ നീല കളർ കൊടുക്കണത് ഇതാണ് നമ്മുടെ ഏത് ഹെൻലീസ് ലൂപ്പ് കേട്ടോ. ഹെൻലീസ് ലൂപ്പ് ആണ് നീല കളറിലുള്ളത്. ഹെൻലീസ് ലൂപ്പ് ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത് വാസാറക്റ്റയാണ്. നോക്കിയേ ഹെൻലീസ് ലൂപ്പ് കേട്ടോ. ഹെൻലീസ് ലൂപ്പിന്റെ ഇത് ഏത് ലിംബാണ്? മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങണ ലിംബ് ഏതാണ്? ഡിസെൻഡിങ് ലിംബ് അല്ലേ. ഇനി ഇതേതായിരിക്കും? താഴെ നിന്ന് മുകളിലേക്ക് കയറുന്നത് ഏതായിരിക്കും? അസെൻഡിങ് ലിംബാണ് അല്ലെ. ഇത് ഡിസെൻഡിങ് ലിംബും ഷോർട്ടായിട്ട് എഴുതാണ്. ഇതെന്താണ്? അസെൻഡിങ് ലിംബും ആണ്. അസെൻഡിങ് ലിംബ്. അപ്പൊ ഫിൽട്രേറ്റ് എങ്ങനെയാ ഒഴുകുക? മുകളിൽ നിന്ന് താഴത്തേക്കാണ് എന്ത് ചെയ്യുന്നത്? ഫിൽട്രേറ്റ് ഒഴുകുക. ഈ അസെൻഡിങ് ലിംബിലാണെന്നുണ്ടെങ്കിൽ താഴത്തുനിന്ന് മുകളിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഫിൽട്രേറ്റ് ഒഴുകുന്നത്. ഇനി അടുത്തത് ഇതിനെ ചുറ്റി കാണപ്പെടുന്ന പെരിട്യൂബുലർ കാപ്പിലറീസിന്റെ രക്തക്കുഴലിന്റെ ഭാഗമാണ് എന്തെന്ന് പറഞ്ഞാൽ വാസാറക്റ്റ എന്ന് പറയും. വാസാറക്റ്റര ഫിൽട്രേറ്റ് ഒഴുകണ എങ്ങനെയായിരിക്കും? ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ വാസാറക്റ്റര ഡിസെൻഡിങ് ലിംബ്. അതായത് ഇതിലൂടെയാണ് ബ്ലഡ് ഒഴുകുന്നത്. ഇങ്ങനെ മുകളിൽ നിന്ന് താഴത്തോട്ട് ഒഴുകും. ഇതെന്താണ്? ഇത് അസെൻഡിങ് ലിംബാണ്. താഴേന്ന് മുകളിലേക്ക് കയറുന്നത്. ഇവിടെ നോക്കിയേ, ഇവർ രണ്ട് ട്യൂബ്സിലും ഫിൽട്രേറ്റും ബ്ലഡ് ഒഴുകുന്ന ഫ്ലോ എങ്ങനെയാണ്? ഫ്ലോ ഓപ്പോസിറ്റ് ആണ് അല്ലെ. നോക്കിയേ ഇത് രണ്ടും എടുത്താലും നോക്കിയേ ഇവിടുത്തെ ഫിൽട്രേറ്റ് താഴത്തേക്കും ബ്ലഡ് എന്താണ്? മുകളിലേക്ക് ഒഴുകും. ഇനി ഇവിടെ നോക്കിയേ നിങ്ങൾ കണ്ട ബ്ലഡ് മുകളിലേക്കും നോക്കിയേ ഇവിടെ നോക്കിയേ ബ്ലഡ് മുകളിലേക്കും ഇത് നോക്കിയേ ഇവിടെയും ഇത് വേണ്ട, രണ്ടും ഓപ്പോസിറ്റ് ആണ്. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഒഴുകുന്നത്. അപ്പൊ ഒരെണ്ണം നേരെ ഓപ്പോസിറ്റ് ഫിൽട്രേറ്റ് മുകളിലേക്കാണെങ്കിൽ ബ്ലഡ് എന്തെങ്കിലും താഴേക്കായിരിക്കും. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്? ഇവരെ ഫ്ലോ നടക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കിയേ, അപ്പൊ ആദ്യം നമ്മുടെ റീനൽ PCT വെച്ചിട്ട് കുറെ എന്ത് ചെയ്യും? റീഅബ്സോർബ് ചെയ്യുന്നുണ്ട് അല്ലെ, തിരിച്ച് സെക്രീറ്റ് ചെയ്യും. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫിൽട്രേറ്റ് എന്ത് ചെയ്യും? ഹെൻലീസ് ലൂപ്പിലേക്ക് താഴേക്ക് ഇറങ്ങും. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടുത്തെ അതിന്റെ ഓസ്മോളാരിറ്റി 300 ആണെന്ന് വിചാരിക്കാം. ഓസ്മോളാരിറ്റി എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷൻ ട്ടാ. സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷനെയാണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫിൽട്രേറ്റിന്റെ കോൺസെൻട്രേഷനെയാണ് ഓസ്മോളാരിറ്റി എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ 300 ആണ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഈ ഡിസെൻഡിങ് ലിംബിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെന്താണ്? പെർമിയബിൾ ടു വാട്ടർ ആണ്. പെർമിയബിൾ ടു വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് വെള്ളം പുറത്തേക്ക് പോരും. അപ്പൊ നോക്കിയേ വെള്ളം H2O ആണ് അല്ലെ. H2O എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് പോരും. H2O പെർമിയബിൾ ടു വാട്ടർ ആണ്. ഏത്? ഈ ഡിസെൻഡിങ് ലിംബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ വെള്ളം എന്ത് ചെയ്യും? പുറത്തേക്ക് പോകുന്നോണ്ടേയിരിക്കും. വെള്ളം പുറത്തേക്ക് പോന്നു കഴിഞ്ഞാല് അവിടുത്തെ കോൺസെൻട്രേഷൻ എങ്ങനെയായിരിക്കും? കോൺസെൻട്രേഷൻ കൂടും. വെള്ളം പുറത്തേക്ക് പോന്നു കഴിഞ്ഞാല് അവിടുത്തെ ഫിൽട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും? കൂടി കൂടി വരും. അങ്ങനെ ഇത് 300 എന്നുള്ളത് കൂടി 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 ഇവിടെ എത്തുമ്പോ എന്ത് ചെയ്യും? 1200 ആവും. കോൺസെൻട്രേഷൻ കൂടി. അതിനുശേഷം ഫിൽട്രേറ്റ് എന്ത് ചെയ്യും? അസെൻഡിങ് ലിംബിലേക്ക് കിടക്കൂലേ. അസെൻഡിങ് ലിംബിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പെർമിയബിൾ ടു വാട്ടർ അല്ല, അവിടെ എന്താണ്? ഇലക്ട്രോലൈറ്റുകളാണ്. അതായത് NaCl ആണ് എന്ത് ചെയ്യണം? അവിടെ പുറത്തേക്ക് വരുന്നത്. സോഡിയം ക്ലോറൈഡ് NaCl എന്ത് ചെയ്യും? ഇങ്ങനെ പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങും. NaCl. അപ്പൊ നോക്കിയേ ഒന്നും കൂടെ പറയാം. ഫിൽട്രേറ്റ് ഒഴുകണം കേട്ടാ. ഡിസെൻഡിങ് ലിംബിൽ കൂടെ ഫിൽട്രേറ്റ് ഒഴുകുമ്പോ ഡിസെൻഡിങ് ലിംബിന്റെ പ്രത്യേകത എന്താണ്? അവിടെ പെർമിയബിൾ ടു വാട്ടർ ആണ്. അതായത് വെള്ളത്തിനെ പുറത്തേക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോ ഇതിന്റെ ഉള്ളിലത്തെ ഫിൽട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും? കൂടാൻ തുടങ്ങും. വെള്ളം പുറത്തേക്ക് പോന്നോണ്ടിരിക്കല്ലേ. അപ്പൊ സൊല്യൂട്ട് കൂടുതൽ അതിന്റെ ഉള്ളിൽ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? കോൺസെൻട്രേഷൻ അങ്ങോട്ട് കൂടും. സോഡിയം ക്ലോറൈഡ് കൂടുതലാണ് അവിടെ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. അപ്പൊ അവിടെ കോൺസെൻട്രേഷൻ കൂടും. 300 എന്നുള്ളത് കൂടി 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 എന്ത് ചെയ്യും? കോൺസെൻട്രേഷൻ ഓസ്മോളാരിറ്റി കൂടും. 1200 ഒക്കെ വരും. ഇനി അസെൻഡിങ് ലിംബ് മുകളിലേക്ക് കയറുമ്പോഴും ഫിൽട്രേറ്റിന് എന്താണ്? വെള്ളമല്ല പുറത്തേക്ക് വരുന്നത്. അവിടെ ആരാണ്? സോഡിയം ക്ലോറൈഡ് പുറത്തേക്ക് വരാൻ തുടങ്ങും. പെർമിയബിൾ ടു ഇലക്ട്രോലൈറ്റ് ആണ്. അപ്പൊ സോഡിയം ക്ലോറൈഡ് ആണ് എന്തിനാ പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഇവിടുത്തെ കോൺസെൻട്രേഷൻ എങ്ങനെയായിരിക്കും? കൂടോ കുറയോ? ഇവിടെ വെള്ളമല്ല പുറത്തേക്ക് വരുന്നത്, സോഡിയം ക്ലോറൈഡ് ആണ് പുറത്തേക്ക് വരുന്നത്. വെള്ളം പോരില്ല. അപ്പൊ എന്ത് സംഭവിക്കും? അവിടുത്തെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും? കുറയും. ഇവിടെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? കോൺസെൻട്രേഷൻ കുറയും. 1200 മുകളിലേക്ക് പോകുന്തോറും എന്ത് തന്നെയാവും? 300 ആയിട്ട് മാറും. ഇനി ഈ പുറത്തേക്ക് വന്ന സോഡിയം ക്ലോറൈഡ് കണ്ട, ഈ പുറത്തേക്ക് വന്ന സോഡിയം ക്ലോറൈഡ് എന്തിലേക്ക് കയറും? അവിടെ ആരുണ്ട്? വാസാറക്റ്റ് ഉണ്ട് അല്ലേ. വാസാറക്റ്റയുടെ ഡിസെൻഡിങ് ലിംബ് ഉണ്ട്. ആ വാസാറക്റ്റയുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യും? കടക്കും. വാസാറക്റ്റയുടെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടത്തെ എന്ത് ചെയ്യും? ഇവിടുത്തെ കോൺസെൻട്രേഷൻ കൂടും അല്ലെ. ഇവിടുത്തെ കോൺസെൻട്രേഷൻ കൂടും. കാരണം കൂടുതൽ സോഡിയം ക്ലോറൈഡ് അല്ലെ ഉള്ളിലേക്ക് ഇറക്കുന്നത്. അപ്പൊ സോഡിയം ക്ലോറൈഡ് ഇങ്ങനെ അളവിൽ കൂടുതൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ എന്ത് ചെയ്യും? കോൺസെൻട്രേഷൻ കൂടും. അതിനുശേഷം അതിന്റെ അസെൻഡിങ് ലിംബിലേക്ക് മുകളിലേക്ക് കയറുന്ന ലിംബിലെത്തുമ്പോ സോഡിയം ക്ലോറൈഡ് എന്ത് ചെയ്യും? തിരിച്ചിറങ്ങാൻ തുടങ്ങും. വല്ല കാര്യം ഉണ്ടായിരുന്നു അല്ലെ? കയറിയിട്ട് തിരിച്ചിറങ്ങണ്ട. സോഡിയം ക്ലോറൈഡ് എന്ത് ചെയ്ത് അവിടെ കയറിയ ആൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കും. സോഡിയം ക്ലോറൈഡ് എന്ത് ചെയ്യും? ഇറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവിടുത്തെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും? കുറയും.
ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കുന്നത്, എന്താണ് ഇവിടെ നടന്നിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ സ്പേസിൽ, അതായത് ഈ പറഞ്ഞ വാസാറക്ടറിയും അതേപോലെ തന്നെ ഹെല്ലീസ് ലൂപ്പിന്റെ ഒക്കെ ഇടയിലുള്ള സ്പേസിനെ നമ്മൾ എന്താ വിളിക്കുക, ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് എന്ന് പറയും, മെഡുല്ലറി ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് എന്ന് പറയും. ആ സ്പേസിൽ ഇപ്പൊ കോൺസെൻട്രേഷൻ എന്തായിരിക്കും, കൂടുതലാണ്. കാരണം NaCl ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും, ഇവിടെ കയറി NaCl ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്, പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ ആ ഭാഗത്തെ മെഡുല്ലറി ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്, അതായത് ഈ പറഞ്ഞ ഇതിന്റെ ചുറ്റുപാടുള്ള സ്പേസ്, അതിനാണ് മെഡുല്ലറി ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് എന്ന് പറയാം. അവിടുത്തെ കോൺസെൻട്രേഷൻ അങ്ങോട്ട് കൂടും. കോൺസെൻട്രേഷൻ കൂടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തിന്റെ അളവ് കൂടും, സോഡിയം ക്ലോറൈഡ് ഇലക്ട്രോലൈറ്റ്സിന്റെ അളവ് കൂടും. വെള്ളത്തിന്റെ അംശം കുറവാണ്, മനസ്സിലായോ? അപ്പൊ കോൺസെൻട്രേഷൻ കൂടും, അവിടെ വെള്ളമില്ല. അപ്പൊ വെള്ളം കൂടുതൽ അപ്പൊ എന്തിലായിരിക്കും, ഈ ഫിൽട്രേറ്റിലായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫിൽട്രേറ്റിന്റെ ഉള്ളിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, വെള്ളം H2O എന്ത് ചെയ്യും, പുറത്തേക്ക് വരാൻ തുടങ്ങും. ഇവിടെ ആരുണ്ട്, കളക്ടിങ് ഡക്റ്റ് ഉണ്ട് അല്ലെ, ഇവിടെ എന്തുണ്ട്, കളക്ടിങ് ഡക്റ്റുകൾ ഉണ്ട്. കളക്ടിങ് ഡക്റ്റിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, ഇവിടെ കോൺസെൻട്രേഷൻ കൂടിയില്ലേ, അതായത് സോഡിയം ക്ലോറൈഡിന്റെ അളവാണ് ഇവിടെ കൂടുതൽ, വെള്ളത്തിന്റെ അളവ് കുറവാണ്. കോൺസെൻട്രേഷൻ കൂടാന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. വെള്ളത്തിന്റെ അളവ് കുറവും സോഡിയം ക്ലോറൈഡിന്റെ അളവ് കൂടുമ്പോൾ എന്താണ്, കോൺസെൻട്രേഷൻ കൂടി. അപ്പൊ ഇപ്പൊ കൂടുതൽ വെള്ളം എന്തിന്റെ ഉള്ളിലാണ്, ഈ പറഞ്ഞ ട്യൂബിൾസ് കളക്ടിങ് ഡക്റ്റിന്റെ ഉള്ളിലൊക്കെയാണ് വെള്ളം കൂടുതൽ. അപ്പൊ എന്ത് സംഭവിക്കും, ചുറ്റും എന്താണ്, കോൺസെൻട്രേഷൻ കൂടി, വെള്ളത്തിന്റെ അംശം കുറവ്, സോഡിയം ക്ലോറൈഡിന്റെ അംശം എന്താണ്, കൂടുതലാണ്. അപ്പൊ എന്ത് സംഭവിക്കും, ഈ കളക്ടിങ് ഡക്റ്റിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, H2O ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങും. അതായത് നമ്മുടെ വെള്ളത്തിന് തിരിച്ചെടുക്കാൻ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഇത് കേട്ടാ. വെള്ളത്തിന് ഇങ്ങനെ തിരിച്ചെടുക്കാൻ തുടങ്ങും. കാരണം നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറച്ച് വെള്ളം പോകാൻ പാടുള്ളൂ യൂറിനായിട്ട്. അപ്പൊ എന്ത് ചെയ്യും, വെള്ളത്തിന് ഇങ്ങനെ കൂടുതലായിട്ട് എന്ത് ചെയ്യും, പുറത്തേക്ക് എടുക്കും. ഈ ഒരു മെക്കാനിസത്തിന് പേരുണ്ട് കൗണ്ടർ കറന്റ് മെക്കാനിസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൗണ്ടർ കറന്റ് മെക്കാനിസം ഇത് പഠിക്കണം, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ. ഇതെന്തായാലും എക്സാമിന് ചോദിക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പിക്ചേഴ്സ് ഉണ്ട് കേട്ടാ, സെക്രീറ്റ് ചെയ്യണതും പിടിക്കണൊക്കെ പിക്ചേഴ്സ് ഉണ്ട്. ഇത് ടീച്ചർ പറഞ്ഞതാണ്, എന്തെന്ന് പറഞ്ഞാൽ കൗണ്ടർ കറന്റ് മെക്കാനിസം. ഇത് വായിച്ചു പഠിക്കുക, പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ടീച്ചർ. ഈ പറഞ്ഞ സാധനം ഇപ്പൊ നമ്മൾ സോഡിയം ക്ലോറൈഡ് കയറണം എന്നൊക്കെ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ സാധനത്തിനാണ് പോയിന്റ് ആക്കി എഴുതി വെച്ചിരിക്കുന്നത്. ഇത് പഠിച്ചോളണം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ. കൗണ്ടർ കറന്റ് മെക്കാനിസം ഇമ്പോർട്ടന്റ് ആണ്, പോയിന്റ് ആയിട്ട് തന്നിട്ടുണ്ട്, അത് പഠിച്ചോളണം. നോക്കിയേ, ഇനി അടുത്തതാണ് നമ്മുടെ റെഗുലേഷൻ ഓഫ് കിഡ്നി ഫങ്ഷൻസ്. കിഡ്നി ഫങ്ഷൻസിന്റെ പ്രവർത്തനങ്ങളെ റെഗുലേറ്റ് ചെയ്യണം. 3 ടൈപ്പ് റെഗുലേഷൻസ് ഉണ്ട്. ഒന്നാമത്തെ റെഗുലേഷൻ ആരാണ്, ആന്റി ഡയൂററ്റിക് ഹോർമോൺ ADH. ഓർമ്മണ്ടാ, ഇതിന് വേറൊരു പേര് പറയുമല്ലോ, വാസോപ്രസിൻ എന്ന് പറയും. ADHനെ വിളിക്കുന്ന പേരെന്താണ്, വാസോപ്രസിൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ ADH അല്ലെങ്കിൽ വാസോപ്രസിൻ അത് ഉണ്ടാക്കുന്നത് ഏതാണ്, ഹൈപ്പോതലാമസ് ആണ് അല്ലെ. സ്റ്റോർ ചെയ്യണ എവിടെ ഇരിക്കും, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലെ പോസ്റ്റീരിയർ ലോബിലും. അപ്പൊ അവരെന്താണ് ചെയ്യണം നോക്കാട്ടാ. നോക്കിയേ, ഡീഹൈഡ്രേഷൻ. ടീച്ചർ ഒരു ഫ്ലോ ചാർട്ട് പോലെ അറിയാം. നമ്മുടെ ബോഡിയിൽ നിന്ന് നമ്മുടെ വെള്ളം കൂടുതലായിട്ട്, അതായത് ബോഡി ഫ്ലൂയിഡ് കുറയണമെന്ന് വിചാരിക്കാട്ടാ. ബോഡി ഫ്ലൂയിഡ് ഡിക്രീസ് ചെയ്യണം. ബോഡി ഫ്ലൂയിഡ് ഡിക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും കേട്ടാ. ബോഡി ഫ്ലൂയിഡ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാല് അവിടെ എന്ത് സംഭവിക്കും, ഇപ്പൊ നമ്മുടെ ശരീരം ഇപ്പൊ സമ്മർ സീസണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് വെള്ളം വേർത്തൊക്കെ പോകൂലേ. അപ്പൊ നമ്മുടെ ബോഡി ഫ്ലൂയിഡ് എന്ത് ചെയ്യും, അതായത് വാട്ടർ, നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ രക്തത്തിലുള്ള ഘടകം ഏതാണ്, വെള്ളം അല്ലേ ഏറ്റവും കൂടുതൽ. അപ്പൊ ആ ബോഡി ഫ്ലൂയിഡ് എന്ത് ചെയ്യും, അത് ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമ്മുടെ ബോഡി ഫ്ലൂയിഡ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാല് അവിടെ ആരുണ്ട്, ഓസ്മോ റിസെപ്റ്റേഴ്സ് ഉണ്ട്. ഓസ്മോ റിസെപ്റ്റേഴ്സ്. ഈ ഓസ്മോ റിസെപ്റ്റേഴ്സ് എന്ത് ചെയ്യും, സ്റ്റിമുലേറ്റ്. അവർക്ക് വേഗം ഇത് തിരിച്ചറിയാൻ പറ്റും. അവരെന്ത് ചെയ്യും, വെള്ളത്തിന്റെ അംശം കുറഞ്ഞ് എന്നെന്ത് ചെയ്യും, അവർ സ്റ്റിമുലേറ്റ്, അതായത് അത് തിരിച്ചറിയും. അവര് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, ഒരു മെസ്സേജ് ആർക്ക് കൊടുക്കും, നമ്മുടെ ഹൈപ്പോ തലാമസിന് കൊടുക്കും. ഈ ഹൈപ്പോ തലാമസിന് മനസ്സിലാവും. അപ്പൊ വെള്ളം കുറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ശരീരത്തിൽ ബോഡി ഫ്ലൂയിഡ്സിന്റെ അളവ് കുറഞ്ഞു എന്ന് ഹൈപ്പോ തലാമസിന് മനസ്സിലാവും. ഇവിടുന്ന് ഒരു സിഗ്നൽ ചെല്ലുമ്പോൾ ഹൈപ്പോ തലാമസ് എന്തിനെ സെക്രീറ്റ് ചെയ്യാൻ തുടങ്ങും, നമ്മുടെ പോസ്റ്റീരിയർ ലോബില് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. എന്തിനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ADH അല്ലെങ്കിൽ വാസോപ്രസിൻ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, അതെന്തിനെ സെക്രീറ്റ് ചെയ്യും, ഈ പറഞ്ഞ ADHന്, ആന്റി ഡയൂററ്റിക് ഹോർമോൺ അല്ലെ, അല്ലെങ്കിൽ വാസോപ്രസിൻ പോസ്റ്റീരിയർ ലോബിൽ നിന്ന് നമ്മുടെ പിറ്റ്യൂട്ടറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവിടെ നിന്ന് ബ്ലഡിലേക്ക് എന്ത് ചെയ്യും, ഈ പറഞ്ഞ ADHനെ എന്ത് ചെയ്യും, സെക്രീറ്റ് ചെയ്യും. ഈ ADH എവിടേക്ക് ചെല്ലും, പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള്. ADH നമ്മുടെ കിഡ്നിയിലെ അല്ലെങ്കിൽ നെഫ്രോണിന്റെ ലേറ്റർ പാർട്സ്, അതായത് DCTയിലേക്കും അതേപോലെ കളക്ടിങ് ഡക്റ്റിലേക്കും ചെല്ലും. കളക്ടിങ് ഡക്റ്റിലേക്കും ചെന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യും, റീഅബ്സോർബ് വാട്ടർ, വെള്ളത്തിനെ കൂടുതലായിട്ട് എന്ത് ചെയ്യും, തിരിച്ചെടുക്കാനായിട്ട് തുടങ്ങും. വെള്ളത്തിനെ കൂടുതലായിട്ട് അവിടുന്ന് തിരിച്ചെടുക്കാൻ തുടങ്ങും. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് ഇൻക്രീസ് ആകും.
ബോഡി ഫ്ലൂയിഡിന്റെ എമൗണ്ട് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഇതാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്, ഈ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ADH എങ്ങനെയാണ് കിഡ്നിയുടെ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ബോഡി ഫ്ലൂയിഡ് കുറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അവിടെ ആരുണ്ട്, തിരിച്ചറിയാൻ സഹായിക്കുന്നത് ആരാണ്, നമ്മുടെ ഓസ്മോ റിസെപ്റ്റേഴ്സ് ഉണ്ട് അല്ലെ, റിസെപ്റ്റർ. ആ ഓസ്മോ റിസെപ്റ്റേഴ്സ് എന്ത് ചെയ്യും, സ്റ്റിമുലേറ്റ് ചെയ്യും. അവർ ആരറിയിക്കും, മെസ്സേജ് വഴി ഹൈപ്പോതലാമസിനെ അറിയിക്കും. ഹൈപ്പോതലാമസ് എന്തിനെ സെക്രീറ്റ് ചെയ്യാൻ പറയും, ADH നെ സെക്രീറ്റ് ചെയ്യാൻ പറയും. അങ്ങനെ ADH ചെന്നിട്ട് നമ്മുടെ റീനൽ ട്യൂബിളിന്റെ ലേറ്റർ പാർട്സ്, റീനൽ ട്യൂബിളിന്റെ ബാക്കി ലേറ്റർ അവസാനത്തെ ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ്, DCT-യും കളക്ടിങ് ഡക്റ്റും ആണ്. ഈ കളക്ടിങ് ഡക്റ്റിന് എന്ത് ചെയ്യും, കൂടുതൽ വെള്ളത്തിന് എന്ത് ചെയ്യും, അവിടുന്ന് റീഅബ്സോർബ് ചെയ്യും. അങ്ങനെ ബോഡി ഫ്ലൂയിഡ്സിന്റെ അളവ് കൂട്ടും. ഇതാണ് ആര് ചെയ്യുന്നത്, നമ്മുടെ ADH ചെയ്യുന്നത്. ADH വേറൊരു പ്രവർത്തനം കൂടെ ചെയ്യുന്നുണ്ട്, കൺസ്ട്രിക്ട് ബ്ലഡ് വെസൽസ്. നമ്മുടെ ബ്ലഡ് പ്രഷർ കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലഡ് വെസൽസിനെ കൺസ്ട്രിക്ട് ചെയ്യും. കൺസ്ട്രിക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണത്, ഇതാണ് നമ്മുടെ ബ്ലഡ് വെസൽസിന്റെ വോളിയം. ഇതിപ്പോ വോളിയം കൂടിയിരിക്കുന്നു. അപ്പൊ കൺസ്ട്രിക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അതിന്റെ വോളിയം കുറയ്ക്കുക, ബ്ലഡ് വെസൽസിന്റെ വോളിയം കുറയ്ക്കുക. അപ്പൊ പ്രഷർ കൂടും. വോളിയം കൂടിയാല് പ്രഷർ കുറയും, വോളിയം കുറഞ്ഞാല് പ്രഷർ കൂടും. അപ്പൊ പ്രഷർ കൂട്ടാൻ വേണ്ടിയിട്ട് ബ്ലഡ് വെസൽസിനെ കൺസ്ട്രിക്ട് ചെയ്യുകയും കൂടെ ആരുടെ ഫംഗ്ഷനാണ്, നമ്മുടെ ADH അതും ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് പഠിക്കണം, പോയിന്റ് ആയിട്ട് പഠിക്കുക കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ അടുത്ത നോക്കിയേ, വേറൊരു ഫംഗ്ഷൻ ആണ് ആര്, നമ്മുടെ JGA. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞപ്പോ നമുക്ക് പിന്നീട് റെഗുലേഷനിൽ പഠിക്കാന്ന് പറഞ്ഞില്ലേ. എന്താണ് JGA പാറ്റസ്, ആര് തമ്മിൽ കോണ്ടാക്ട് വരുന്നതാണ്, നമ്മുടെ അഫറന്റ് ആർട്ടീരിയോളും അതേപോലെ തന്നെ ആര് DCT-യും തമ്മിൽ കോണ്ടാക്റ്റിൽ വരുന്ന ഭാഗമാണ് ഏതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ JGA, ജെക്സ്റ്റാ ഗ്ലോമറുലർ അപ്പാറ്റസ്. അവിടെയുള്ള സ്പെഷ്യലൈസ്ഡ് സെൽസിനെ എന്തെന്ന് വിളിക്കും, JG സെൽസ് എന്ന് പറയും. എന്ന് പറയും JG, ജെക്സ്റ്റാ ഗ്ലോമറുലർ സെൽസ് എന്ന് പറയും. ഇനി ഇവിടെ നടക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നോക്കിയേ, നമ്മുടെ ശരീരത്തില് BP കുറയാണ്, ബ്ലഡ് പ്രഷർ കുറഞ്ഞു എന്ന് വിചാരിക്കാം കേട്ടാ. BP കുറഞ്ഞു. BP കുറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിന്റെ റേറ്റ് എങ്ങനെയായിരിക്കും, കൂടുകയോ കുറയും. ബ്ലഡ് പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഫിൽട്രേറ്റിന്റെ അളവ് കൂടുകയോ കുറയൂ. ബ്ലഡ് പ്രഷർ എന്ത്, ഈ ഫിൽട്രേഷൻ സഹായിക്കുന്ന എന്താണ്, ഹൈ ബ്ലഡ് പ്രഷർ അല്ലേ. അതായത് കാപ്പിലറീസിൽ കൂടെ ബ്ലഡ് ഹൈ പ്രഷറിൽ ഒഴുകുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, ഫിൽട്രേറ്റുകൾ ഉണ്ടാവുന്നത്, GF ഉണ്ടാവുന്ന പറഞ്ഞു അല്ലേ. അപ്പൊ ഇവിടെ ബ്ലഡ് പ്രഷർ കുറവാണ്. അപ്പൊ എന്ത് സംഭവിക്കും, GFR-ന്റെ റേറ്റ് എന്ത് ചെയ്യും, കുറയും. അവിടെ ഉണ്ടാകുന്ന ഫിൽട്രേറ്റിന്റെ അളവ് എന്ത് ചെയ്യും, കുറയും. അപ്പൊ ഫിൽട്രേറ്റിന്റെ അളവ് കൂടാനോ കുറയാനോ പാടില്ല അല്ലെ. നമുക്ക് ഒരു മിനിറ്റിൽ എത്ര ഉണ്ടാവണം, 125 മില്ലിലിറ്റർ തന്നെ ഉണ്ടാവണം അല്ലെ. അതിൽ കൂടെ കുറയാൻ പാടില്ല അല്ലെ. കുറഞ്ഞാലും ഭയങ്കരമായിട്ട് കുറഞ്ഞാലും പ്രശ്നമാണ്, ഭയങ്കരമായിട്ട് കൂടിയാലും പ്രശ്നമാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നേക്ക്, BP കുറഞ്ഞു കഴിഞ്ഞാല് GFR എന്ത് ചെയ്യും, കുറയും. GFR കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആരുണ്ട്, GFR കുറഞ്ഞു കഴിഞ്ഞാൽ അതിനെ റെഗുലേറ്റ് ചെയ്യാൻ അവിടെ ആരുണ്ട്, JG അപ്പാരറ്റസ് ഉണ്ട്. ആരുണ്ട്, ഗ്ലോമറുലാർ ജെക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് ഉണ്ട്. അവിടെ ആരുണ്ടെന്ന് പറഞ്ഞിട്ട് സ്പെഷ്യലൈസ്ഡ് സെൽസ് ഏതാണ്, JG സെൽസ് ഉണ്ട് അല്ലെ. അവിടെ ആരുണ്ട്, നമ്മുടെ JG സെൽസ് ഉണ്ട്. അപ്പൊ GFR-ന്റെ റേറ്റ് കുറഞ്ഞ അപ്പൊ ആര് സ്റ്റിമുലേറ്റ് ചെയ്ത്, JG സെൽസ്. JG സെൽസ് അവിടെ എന്ത് ചെയ്യും, റെനിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ടാക്കും. റെനിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ടാക്കും. ഈ റെനിൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആൻജിയോടെൻസിനോജൻ എന്ന് പറയുന്ന എൻസൈമിനെ, ഒരു ഹോർമോണ് എന്തെന്നാക്കി മാറ്റും, ആൻജിയോടെൻസിൻ 1 ആയിട്ട് മാറും. അതിനുശേഷം അത് ആൻജിയോടെൻസിൻ 2 ആയിട്ട് മാറും. ആൻജിയോടെൻസിൻ 2. ഈ ആൻജിയോടെൻസിൻ എന്തായിട്ടാണ് ചെയ്യുന്നത്, ആക്ട് ചെയ്യും, വാസോ കൺസ്ട്രിക്ടർ ആയിട്ട് ആക്ട് ചെയ്യും. വാസോ കൺസ്ട്രിക്ടർ എന്താണെന്ന് പറഞ്ഞില്ലേ. വാസോ കൺസ്ട്രിക്ടർ എന്തായിരുന്നേ, നമ്മുടെ ബ്ലഡ് വെസൽസിനെ അല്ലെ, ബ്ലഡ് വെസൽസിന്റെ വോളിയം കുറയ്ക്കുക, ADH ചെയ്യുന്ന പറഞ്ഞില്ലേ. അതിനെ ആര് ചെയ്യും, ഈ ആൻജിയോടെൻസിൻ 2 ചെയ്യും. അതായത് ബ്ലഡ് വെസൽസിന്റെ വോളിയം എന്ത് ചെയ്യും, കുറയ്ക്കും. ബ്ലഡ് വെസൽസിന്റെ വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആര് കൂടും എന്ന് പറഞ്ഞിട്ടുണ്ട്, BP കൂടും അല്ലെ. BP ഇൻക്രീസ് ചെയ്യും. BP ഇൻക്രീസ് ചെയ്താൽ അവിടെ ആര് കൂടും, നമ്മുടെ ഫിൽട്രേറ്റിന്റെ റേറ്റ് കൂടും. GFR എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പൊ കൂട്ടി. കുറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടാൻ വരുന്ന സംഭവമാണ് ഈ പറഞ്ഞ മെക്കാനിസം. മനസ്സിലായ? അപ്പൊ റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം എന്നും പറയും ഇതിന് കേട്ടാ. ജെക്സ്റ്റാഗ്ലോമറുലർ അപ്പാരറ്റസ് ചെയ്യുന്ന മെക്കാനിസത്തിന് റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം എന്നും പറയും. അതാണ് ഇത്. അതായത് ഈ പറഞ്ഞ BP കുറഞ്ഞു കഴിഞ്ഞാൽ GFR-ന്റെ റേറ്റ് കുറയും. GFR-ന്റെ റേറ്റ് കുറഞ്ഞ അവിടെ ആരുണ്ട്, JG സെൽസ് ഉണ്ട്. അവര് റെനിൻ എന്ന് പറഞ്ഞ ഹോർമോൺ സെക്രീറ്റ് ചെയ്യും. അതിനുശേഷം ആൻജിയോടെൻസിൻ 1 ആവും, ആൻജിയോടെൻസിൻ 2 ആവും. ഈ ആൻജിയോടെൻസിൻ 2 ചെന്നിട്ട് എന്ത് ചെയ്യും, വെസൽസിന്, ബ്ലഡ് വെസൽസിന് എന്ത് ചെയ്യും, കൺസ്ട്രിക്ട് ചെയ്യും. വോളിയം കുറയ്ക്കും. വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ എന്ത് ചെയ്യും, അവിടെ കൂടും. BP കൂടും. BP കൂടി കഴിഞ്ഞാൽ GFR ഇൻക്രീസ്. അതേപോലെ തന്നെ ഈ ആൻജിയോടെൻസിൻ എവിടേക്കും ചെല്ലുന്നുണ്ട്, ആൻജിയോടെൻസിൻ 1 എന്ത് ചെയ്യും, നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡിലേക്കും ചെല്ലുന്നുണ്ട് കേട്ടാ. അഡ്രീനൽ ഗ്ലാൻഡ് നമ്മുടെ കിഡ്നിയുടെ മുകളിലുള്ള
എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്രീനൽ ഗ്ലാൻഡ്. അവിടെ നിന്ന് എന്തിനെ സെക്രീറ്റ് ചെയ്യും? ആൽഡോസ്റ്റിറോൺ. ആൽഡോസ്റ്റിറോൺ സെക്രീറ്റ് ചെയ്യും. ആൽഡോസ്റ്റിറോൺ എന്ത് ചെയ്യും? നമ്മുടെ വെള്ളത്തിനെയും വാട്ടറിനെയും അതേപോലെ തന്നെ സോഡിയത്തിനെയും ഒക്കെ എന്ത് ചെയ്യും? DCT ന്നും കളക്ടിങ് ഡക്റ്റിന്നൊക്കെ എന്ത് ചെയ്യും? റീഅബ്സോർബ് ചെയ്യും കേട്ടാ, തിരിച്ചെടുക്കും. റീഅബ്സോർബ് ചെയ്യുമ്പോൾ നമ്മുടെ അവിടുത്തെ എന്ത് കൂടും? BP കൂടും. BP കൂടി കഴിഞ്ഞാൽ GFR ഇൻക്രീസ് ചെയ്യും. ഈ പറഞ്ഞ ഫ്ലോ ചാർട്ട് ഇമ്പോർട്ടന്റ് ആണ്. അത് തന്നെയാണ് നമ്മൾ ഇവിടെ എന്ത് പോയിന്റ് ആക്കി കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇത് വെച്ച് പഠിച്ചാലും ഈ ഒരു പോയിന്റ് വെച്ചിട്ട് പഠിച്ചാലും മതി ട്ടാ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന റെഗുലേഷൻ ആണ് ട്ടാ. റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം എന്നും ഇതിനെ വിളിക്കും. ഓക്കെ, അടുത്ത മെക്കാനിസം, അടുത്ത റെഗുലേഷൻ ആണ് ANF, ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ. ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ശരീരത്തിലേക്ക്, അതായത് നമ്മുടെ ഏട്രിയങ്ങളിലേക്ക്, ഹാർട്ടിന്റെ മുകൾ ഭാഗത്ത് അറിയാൻ എന്തെന്ന് പറയുന്നത് ഏട്രിയം എന്ന് പറയുന്നത് അല്ലെ, അവിടേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുമെന്ന് വിചാരിക്കാം. ബ്ലഡ് ഫ്ലോ എന്ത് ചെയ്യുന്നു? ഹാർട്ടിലേക്ക് കൂടുതലായിട്ട് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കണം. ഹാർട്ടിലേക്ക് കൂടുതലായിട്ട് അപ്പൊ ആ ഏട്രിയത്തിനൊക്കെ അത് ബുദ്ധിമുട്ടാണ് അല്ലെ, കൂടുതലായിട്ട് വരുമ്പോ. അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ഫ്ലോ കൂടിട്ടാ, നമ്മുടെ ബ്ലഡ് ഫ്ലോ കൂടുകയെന്ന് വിചാരിക്കാം. ഏട്രിയത്തിലേക്കൊക്കെ കൂടുതൽ ബ്ലഡ് വരികയെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മുടെ ഹാർട്ട് എന്ത് ചെയ്യും? ഒരാളെ സെക്രീറ്റ് ചെയ്യും. അതാണ് ANF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ എന്ന് പറയും. ഈ ANF-നെ സെക്രീറ്റ് ചെയ്യും. ഈ ANF ചെന്നിട്ട് എന്ത് ചെയ്യും? ഏട്രിയംസ് ഇട്ടാ, നമ്മുടെ ഹാർട്ടിന്റെ ഏട്രിയംസ് ആണ് എന്തിനെ സെക്രീറ്റ് ചെയ്യുന്നത്? ANF-നെ സെക്രീറ്റ് ചെയ്യുന്നത്. ANF എന്ത് ചെയ്യും? വാസോ ഡൈലേഷൻ ചെയ്യും. വാസോ ഡൈലേഷൻ എന്താണ്? പ്രഷർ കുറയ്ക്കാൻ വേണ്ടിട്ടേ, ബ്ലഡ് ഫ്ലോ കുറയ്ക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും? വോളിയം എന്ത് ചെയ്യും? അങ്ങോട്ട് കൂട്ടും. അപ്പൊ അവിടെ പ്രഷർ കുറഞ്ഞല്ല. അതേപോലെ തന്നെ എന്ത് ചെയ്യും? ചെക്ക് ഓൺ റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം. നേരത്തെ പറഞ്ഞില്ലേ JGSLസിന്റെ അപ്പാരറ്റസിന്റെ ഫംഗ്ഷൻ, അതും എന്ത് ചെയ്യും? അവർ റെഗുലേറ്റ് ചെയ്യും. കാരണം ഈ റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ബ്ലഡ് പ്രഷർ കൂട്ടുകയാണ് ചെയ്യുന്നത്. അതിവിടെ കുറയണം അല്ലെ, കുറയാൻ വേണ്ടിട്ട് അത് നടന്നുകൊണ്ടിരുന്നാൽ ശരിയാവും. അപ്പൊ ഇല്ല, വാസോ ഡൈലേഷനും ഈ പറഞ്ഞ റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം എന്ത് ചെയ്യും? അവർ കുറയ്ക്കും. അങ്ങനെ എന്ത് ചെയ്യും? BP കുറയും, ബ്ലഡ് ഫ്ലോ എന്ത് ചെയ്യും? കുറയും. ഇതാണ് ആരുടെ മെക്കാനിസം എന്ന് പറയുന്നത്? ANF. ANF-ന്റെ മെക്കാനിസം അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ. അത് ഈ പോയിന്റിൽ പഠിച്ചു വെക്കാട്ടാ. ഞാൻ അടുത്ത നോക്കിയേ, അടുത്താണ് മിക്ചൂറേഷൻ. മിക്ചൂറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, റിലീസ് ഓഫ് യൂറിൻ, അതായത് യൂറിനെ പുറത്തേക്ക് കളയുന്ന ആ പ്രോസസ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? മിക്ചൂറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ മിക്ചൂറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? ന്യൂറൽ മെക്കാനിസം നമുക്ക് സഹായിക്കുന്നുണ്ട്. അതിനെയാണ് മിക്ചൂറേഷൻ റിഫ്ലക്സ് എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? യൂറിൻ പാസ് ചെയ്യാൻ ഒരു തോന്നലുണ്ടാവും നമുക്ക്. ആ ഒരു റിഫ്ലക്സ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? മിക്ചൂറേഷൻ റിഫ്ലക്സ് എന്ന് പറയുന്നത്. അതൊരു വോളണ്ടറി സിഗ്നൽ ആണ്. എവിടെ നിന്നാണ്? നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെ, നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോഡും ഉൾപ്പെടുന്നതാണ് എന്ത്? സെൻട്രൽ നെർവസ് സിസ്റ്റം. ആ നെർവസ് സിസ്റ്റം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മെസ്സേജ്, ഒരു വോളണ്ടറി ആയിട്ടുള്ള ഒരു സിഗ്നൽ തരുകയാണ് അല്ലെ. അത് തരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂറിൻ പാസ് ചെയ്യുന്നത്. അപ്പോ എന്ത് ചെയ്യും? സിഗ്നൽ ഇനീഷ്യേറ്റ് ചെയ്യുന്നതാണ് സ്ട്രെച്ചിങ്. അതായത് നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ അതെ, ആദ്യം ചെയ്യുന്നുണ്ട് നമ്മുടെ യൂറിനറി ബോഡി ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നുണ്ട്? അല്ലെങ്കിൽ വേണ്ട, നമ്മുടെ യൂറിന്റെ അളവ് അത് തന്നെ, യൂറിൻ എന്ത് ചെയ്യുന്നുണ്ട്? വന്ന് യൂറിനറി ബ്ലാഡറിൽ നിറയും അല്ലെ. യൂറിനറി ബ്ലാഡറിലേക്കാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അല്ലെ. യൂറിനറി ബ്ലാഡറിലേക്ക് സ്റ്റോർ ചെയ്യും. യൂറിനറി ബ്ലാഡർ വന്ന് നിറയാൻ തുടങ്ങുമ്പോൾ യൂറിനറി ബ്ലാഡർ മസിൽസ് കൊണ്ട് ഉണ്ടായിരിക്കണം, അതെന്ത് ചെയ്യും? സ്ട്രെച്ച് ചെയ്യും, വലിയും. അപ്പൊ അവിടെ എന്തുണ്ട്? സ്ട്രെച്ച് റിസെപ്റ്റേഴ്സ് ഉണ്ട്. സ്ട്രെച്ച് റിസെപ്റ്റേഴ്സ് എന്ത് ചെയ്യും? നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് ഒരു സിഗ്നൽ കൊടുക്കും. യൂറിൻ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാ, ഞങ്ങൾ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് യൂറിനറി ബ്ലാഡർ. അപ്പൊ മെസ്സേജ് കൊടുക്കും. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ത് ചെയ്യും? തിരിച്ച് മിക്ചൂറേഷൻ റിഫ്ലക്സ് എന്ന് പറയില്ലേ, തിരിച്ചൊരു ന്യൂറൽ ഒരു സിഗ്നൽ തരും. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മുടെ യൂറിനറി ബ്ലാഡറിൽ നിന്ന് യൂറിത്ര വഴി എന്ത് ചെയ്യും? യൂറിൻ പുറത്തേക്ക് പോകും. ഇതാണ് മിക്ചൂറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്. നോക്കിയേ, വായിച്ചു നോക്കിയേ. സിഗ്നൽസ് ഇനീഷ്യേറ്റഡ്, സ്ട്രെച്ചിങ് ഓഫ് യൂറിനറി ബ്ലാഡർ സ്ട്രെച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ സ്ട്രെച്ച്, അതായത് യൂറിൻ വന്ന് നിറയുമ്പോൾ എന്ത് ചെയ്യും? അവിടെ സ്ട്രെച്ച് റിസെപ്റ്റേഴ്സ് ഉണ്ട്. അവിടെ എന്ത് ചെയ്യും? മെസ്സേജ് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് പോകും.
അഡൽട്ട് ഹ്യൂമൺ എത്രത്തോളം യൂറിൻ പുറത്തേക്ക് കളയുന്നതാണ് പറഞ്ഞിരിക്കുന്നത് 1 to 1.5 ലിറ്റേഴ്സ് പുറത്തേക്ക് കളയും യൂറിൻ. എത്ര യൂറിൻ ഉണ്ടാവും? 25 തൊട്ട് 30 ഗ്രാം ആണ് എന്ത് ചെയ്യുന്നത് യൂറിയ ട്ടാ പുറത്തേക്ക് കളയുന്നത്. ഒരു ദിവസം പുറത്തേക്ക് കളയുന്ന യൂറിയയുടെ അളവ് ചോദിച്ചാൽ എത്ര പറയണം? 25 തൊട്ട് 30 ഗ്രാം യൂറിയാണ് പുറത്തേക്ക് കളയുന്നത്. പിന്നെ യൂറിന്റെ പ്രത്യേകത പെക്യുലാരിറ്റീസ് ചോദിച്ചാൽ എന്തൊക്കെയാണ്? ലൈറ്റ് യെല്ലോ കളേർഡ് ആണ്, ഒരു മഞ്ഞ കളറാണ്, വാട്ടറി ഫ്ലൂയിഡ് ആണെന്ന് അറിയാം. പിന്നെ സ്ലൈറ്റ്ലി അസിഡിക് ആണ്, pH എത്രയെന്ന് വെച്ചാൽ 6 ആണ് പറയേണ്ടത്. അതേപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക് ഓർഡർ, അതിൽ പ്രത്യേക മണമുണ്ട് അല്ലെ. അതേപോലെ തന്നെ അബ്നോർമൽ യൂറിൻ, സാധാ നോർമൽ അല്ല അബ്നോർമൽ യൂറിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഗ്ലൈക്കോസ് യൂറിയാണ്. അതായത് അവിടെ എന്തുണ്ടാവും? പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ്. സാധാരണ ഒരു നോർമൽ ഒരാളുടെ യൂറിനിൽ എന്തുണ്ടാവില്ല? ഗ്ലൂക്കോസ് ഉണ്ടാവില്ല. ഗ്ലൂക്കോസിനെ റീഅബ്സോർബ് ചെയ്യുന്ന പഠിച്ചിട്ടുണ്ട്. യൂറിനിൽ എന്തുണ്ടാവില്ല? ഗ്ലൂക്കോസ് ഉണ്ടാവില്ല. അവിടെ എന്തുണ്ടാവും? ചില ആളുകൾക്ക് എന്താണ്? ഗ്ലൈക്കോസ് യൂറിയ ഉണ്ടാവും. ഗ്ലൈക്കോസ് യൂറിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്നോർമൽ യൂറിൻ ആണ്. അതായത് അവിടെ എന്തുണ്ടാവും? ആ യൂറിനിൽ ഗ്ലൂക്കോസ് പ്രസന്റ് ആണ്. അതേപോലെ കീറ്റോൺ യൂറിയ എന്ന് പറയും. കീറ്റോൺ ബോഡീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്തെന്ന് വിളിക്കും? കീറ്റോൺ യൂറിയ. ഇത് രണ്ടും ഉണ്ടാവുന്നത് എപ്പോഴാന്ന് വെച്ചാല് അതെന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യണം? ഡയബറ്റീസ്, പ്രമേഹം, ഷുഗർ. അപ്പൊ ഈ പറഞ്ഞ പ്രമേഹ രോഗികളുടെ യൂറിനിലാണ് എന്തുണ്ടാവുക? ഗ്ലൂക്കോസും കീറ്റോൺ ബോഡീസ് ഒക്കെ ഉണ്ടാവുന്നത്. ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും? ഗ്ലൈക്കോസ് യൂറിയ എന്ന് വിളിക്കും. കീറ്റോൺ ബോഡീസ് ആണെങ്കിൽ കീറ്റോൺ യൂറിയ എന്ന് വിളിക്കും. ഓക്കെ, അടുത്ത നോക്കിയേ. അടുത്തത് കിഡ്നി ഡിസോർഡേഴ്സ്. അറിയാലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. യൂറീമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കിഡ്നി ഫെയിലിയർ ആണ്. കിഡ്നി മര്യാദയ്ക്ക് ഫംഗ്ഷൻ ചെയ്യുന്നില്ല. അപ്പൊ എന്താണ്? യൂറിയ കൂടും, ബ്ലഡിൽ കൂടും, അരിക്കാൻ പറ്റണില്ല കിഡ്നിക്ക്. അപ്പൊ എന്ത് ചെയ്യും? യൂറിയ ബ്ലഡിൽ കൂടുന്ന അവസ്ഥയാണ് എന്തെന്ന് പറഞ്ഞാല് യൂറീമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും? യൂറിയ എങ്ങനെ റിമൂവ് ചെയ്യും? ഹീമോഡയാലിസിസ് കേട്ടിട്ടില്ലേ? ഡയാലിസിസ് ചെയ്യാൻ പോകുന്ന കേട്ടിട്ടില്ലേ? ഈ ഡയാലിസിസ് വഴിയാണ് എന്ത് ചെയ്യണത്? ഈ പറഞ്ഞ കൂടുതലായിട്ടുള്ള യൂറിയനെ കളയുന്നത്. റീനൽ കാൽക്കുലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോൺസ്, കിഡ്നിയിൽ കിഡ്നി സ്റ്റോൺസ് ആയിട്ടുണ്ട് അല്ലെ. ആ കാൽഷ്യം ഓക്സലേറ്റ്സ് ഒക്കെ വന്ന് അടിഞ്ഞു കൂടിയിട്ട് എന്തുണ്ടാവും? കിഡ്നി സ്റ്റോൺസ് ആയിട്ട് മാറും. അതിനെയാണ് റീനൽ കാൽക്കുലി എന്ന് പറയുന്നത്. പിന്നെ ഗ്ലോമറുലോനെഫ്രൈറ്റിസ് എന്ന് പറയും. അതായത് ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമർ അല്ലെ. ഈ പറഞ്ഞ ഗ്ലോമർലെസിന്റെ നിർവീക്കം, ഇൻഫെക്ഷൻ വന്നിട്ടൊക്കെ നിർവീങ്ങ, ഇൻഫ്ലമേറ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഗ്ലോമറുലോനെഫ്രൈറ്റിസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ് രോഗങ്ങളൊക്കെ. ഇനി അടുത്ത് നോക്കി, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ അറിയാലോ അല്ലെ. അതായത് കിഡ്നി ഒട്ടും ഫംഗ്ഷൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ വല്ല വഴി ഉണ്ടാ? ഇല്ല. നമുക്ക് എന്ത് ചെയ്യണം? വേറൊരാളുടെ എന്ത് ചെയ്യണം? കിഡ്നി മേടിച്ചു വെക്കേണ്ടി വരും അല്ലെ. അപ്പൊ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഈസ് ദ അൾട്ടിമേറ്റ് മെത്തേഡ് ഇൻ ദ കറക്ഷൻ ഓഫ് അക്യൂട്ട് റീനൽ ഫെയിലിയേഴ്സ് അല്ലെ. രണ്ടും ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരാളുടെ മേടിച്ചു വെക്കാൻ, അത് വേറെ നിവൃത്തിയില്ല. A functioning kidney is used in transplantation from a donor to minimize the chance of rejection by immune system of the host. അതായത് നമുക്ക് മാച്ച് ആയിട്ടുള്ള ഒരാളെ മാത്രമേ നമുക്ക് മേടിക്കാൻ പറ്റൂ, എല്ലാവരെയും മേടിക്കാൻ പറ്റൂല. അങ്ങനെ മേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അതിനെ തള്ളിക്കളയും, റിജക്ട് ചെയ്യും. അപ്പൊ നമുക്ക് മാച്ച് ആയിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിന് മാച്ച് ആയിട്ടുള്ള ഒരാളുടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കിഡ്നി മേടിക്കാനായിട്ട് പറ്റുള്ളൂ. അടുത്ത് നോക്കിയതേ, അതായത് കേടായ കിഡ്നിനെ മുറിച്ച് കളയൊന്നുമില്ല കേട്ടാ, അവിടെ നിന്ന് മാറ്റില്ല. പകരം എന്ത് ചെയ്യണം? പുതിയൊരു കിഡ്നി വെച്ച് പിടിപ്പിക്കുകയാണ്. കേടായത് എന്ത് ചെയ്യും? അവിടെ ചുരുങ്ങിയിരുന്നോളൂ, മനസ്സിലായോ? അതിനെ മുറിച്ച് കളയില്ല. ബാക്കി എന്ത് ചെയ്യും? വേറൊരു കിഡ്നിനെ എന്ത് ചെയ്യുന്നുണ്ട്? ദൈവം അതൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്, പുതിയത് കേട്ടാ. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നോക്കിയാൽ ഹീമോഡയാലിസിസ് നമ്മൾ പറഞ്ഞു അല്ലെ. എന്താണ്? യൂറീമിയ ഉള്ള ആൾക്കാർക്ക്, അതായത് കിഡ്നി ഫെയിലർ ആയിട്ടുണ്ടെങ്കിൽ കിഡ്നി മര്യാദയ്ക്ക് ഫിൽട്രേഷൻ ചെയ്യൂല. അപ്പൊ ബ്ലഡിൽ യൂറിയയുടെ അളവ് കൂടാൻ പാടുണ്ടായില്ല. അപ്പൊ എന്താണ്? അതിനെ പുറത്തേക്ക് കളയാനായിട്ട് ചെയ്യുന്നതാണ് എന്ത്? ഹീമോഡയാലിസിസ്. ഡയാലിസിസ് ട്ടാ. ഡയാലിസിസ് ബ്ലഡ്, നമ്മുടെ ആർട്ടറിന്ന് ബ്ലഡ് എന്ത് ചെയ്യും? പുറത്തേക്ക് എടുക്കും. ഹെപ്പാരിന് കൊടുത്തിട്ട്, ഹെപ്പാരിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ. പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ആവും. അപ്പൊ ക്ലോട്ട് ആവാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു കെമിക്കലാണ് എന്ത്? ആന്റി കൊയാഗുലന്റ് ആണ് എന്ത്? ഹെപ്പാരിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ ഹെപ്പാരിൻ കൊടുത്തിട്ട് നമ്മുടെ റീനൽ ആർട്ടറി വഴി കഴിയുമ്പോൾ കൂടെ ഒരു പിക്ചർ കാണിച്ചു തരാം. നോക്കിയേ, അടാ ആർട്ടറി വഴി എന്ത് ചെയ്യും? ബ്ലഡ് എടുക്കണം കേട്ടാ. യൂണിറ്റിലേക്ക് എടുക്കും. ആ യൂണിറ്റിൽ എന്തുണ്ടാവും? സെല്ലോഫൈൻ ട്യൂബ്സ് ഉണ്ടാവും. ഒരു സെല്ലോഫൈൻ ട്യൂബ്സ് ഉണ്ടാവും. അതിലൂടെ ബ്ലഡ് കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞ വേസ്റ്റുകളൊക്കെ എന്ത് ചെയ്യും? അതിന് പുറത്തേക്കുള്ള ഫ്ലൂയിഡിലേക്ക് എന്ത് ചെയ്യും? പോരും. അങ്ങനെ എന്ത് ചെയ്യും? അതെ, പോരും. അതെ, ഇവിടെ നിന്നാണ് കേട്ടോ. ആർട്ടറി വഴി എന്ത് ചെയ്യും? ബ്ലഡ് എടുക്കും. അതിനുശേഷം ഹെപ്പാരിൻ ഇൻഫ്യൂഷൻ കണ്ട, ഹെപ്പാരിൻ കൊടുക്കും കട്ട പിടിക്കാണ്ടിരിക്കാനായിട്ട്. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്? ഡയാലിസിസ് ഫ്ലൂയിഡ്, ഇതാണ് ഡയാലിസിസ് യൂണിറ്റ്. അതിൽ ചെറിയ ചെറിയ ട്യൂബുകൾ ഉണ്ടാവും, ചെറിയ സെല്ലോഫൈൻ ട്യൂബ്സ് എന്ന് പറയും. ഈ സെല്ലോഫൈൻ ട്യൂബ്സിൽ കൂടെ ബ്ലഡ് ഒഴുകുമ്പോൾ അതിലുള്ള വേസ്റ്റ് ഒക്കെ എന്ത് ചെയ്യും? അതിന്റെ ചുറ്റും എന്താണ്? ഒരു ഫ്ലൂയിഡ് ഉണ്ട്, ഡയാലിസിസിങ് ഫ്ലൂയിഡ് എന്ന് പറയും. ആ ഫ്ലൂയിഡിലേക്ക് എന്ത് ചെയ്യും? വേസ്റ്റ് ഒക്കെ ഇങ്ങനെ അരിച്ചു മാറ്റിക്കൊണ്ടിരിക്കും. അതിനുശേഷം പ്യൂരിഫൈ ചെയ്ത ബ്ലഡിനെ എന്ത് ചെയ്യും? നമ്മുടെ റീനൽ വെയിൻ വഴി എന്ത് ചെയ്യും? ഉള്ളിലേക്ക് കടത്തും. ഇതാണ് നമ്മുടെ ഡയാലിസിസ് യൂണിറ്റ്. ഈ പോയിന്റുകൾ വായിച്ച് പഠിച്ചോളാം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ.
ഞാൻ അടുത്ത് നോക്കിയാൽ റോൾ ഓഫ് അതർ ഓർഗൻസ് ഇൻ എക്സ്ക്രീഷൻ. നമ്മുടെ ശരീരത്തിൽ കിഡ്നി മാത്രമേ എക്സ്ക്രീറ്ററി അല്ലെങ്കിൽ ഓർഗനായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുള്ളൂ. മെയിൻ ഓർഗൻ ഏതാന്ന് വെച്ചാൽ നമുക്ക് കിഡ്നിയാണ്. പക്ഷെ വേറെ കുറച്ച് ഓർഗൻസും ഉണ്ട് എന്തെന്ന് പറയാൻ എക്സ്ക്രീഷനെ സഹായിക്കുന്നത്. നോക്കിയേ, ലങ്സ് ഉണ്ട്. ലങ്സ് എന്തിനെ എക്സ്ക്രീറ്റ് ചെയ്യുക? കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ക്രീറ്റ് ചെയ്യും. അതേപോലെ ലിവർ എന്ത് ചെയ്യുന്നുണ്ട്? ലിവർ ബില്ലിറൂബിനും ബില്ലിവർഡിൻ കൊളസ്ട്രോളിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പാസ് ഔട്ട് ചെയ്യും. ഡൈജസ്റ്റീവ് വേസ്റ്റിന്റെ കൂടെ എന്ത് ചെയ്യും? അതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കളയുന്നുണ്ട്. അതേപോലെ സ്വെറ്റ് ഗ്ലാൻഡ്സ് എന്ന് പറയുമ്പോൾ വാട്ടറും സോഡിയം ക്ലോറൈഡ്, യൂറിയ, ലാക്റ്റിക് ആസിഡ് ഒക്കെ എന്ത് ചെയ്യുന്നത്? സ്വെറ്റ് ഗ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വേർപ്പ് ഗ്രന്ഥികളെ നമ്മൾ വേർത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇതേപോലുള്ള വേസ്റ്റുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കളയുന്നുണ്ട് വേർപ്പിലൂടെ. പിന്നെ സെബേഷ്യസ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ്സ്. ഇപ്പോൾ നമുക്കറിയാം അല്ലെ, സ്കിന്നിൽ നമ്മൾ ഓയിൽ സ്കിന്നുള്ളവർക്കൊക്കെ അറിയാം, ഒരു ഓയിൽ വരൂലേ, അതിനുണ്ടാക്കുന്ന ഗ്ലാൻഡ്സിനാണ് സെബേഷ്യസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ആ ഓയിലും എന്തിനു സഹായിക്കുന്നുണ്ട്? സീറോൾസ് ആണ് ലിപ്പിഡ്സ്, കൊഴുപ്പിട്ട ലിപ്പിഡ്സിനെയും ഹൈഡ്രോ കാർബൺസിനെയും വാക്സിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കളയാനായിട്ട് സഹായിക്കുന്നത്. അപ്പൊ കിഡ്നി മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ വേറെ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഉണ്ട്. ഇത്രയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് എലിമിനേഷൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, നല്ല സിമ്പിൾ ചാപ്റ്ററുമാണ് കേട്ടോ. നമുക്ക് ഇതിൽ നിന്ന് ഫുൾ മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യണം. നല്ല കുട്ടികളായിട്ട് എല്ലാവരും നന്നായിട്ട് ഇരുന്ന് പഠിക്കുക കേട്ടോ. അപ്പൊ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.